യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവെടുത്താണ്. അതിൽ എടുത്തു പറയുന്ന ഒരു വാക്യം, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിഷയം, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആരാ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുഖവരെ ഞാൻ തങ്കമാമയെ കണ്ടു കേട്ടോ. പാസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടൊരമ്മയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം, ഈ 4 സുവിശേഷ പുസ്തകങ്ങളാണല്ലോ, നമുക്ക് ഇതറിയാം. വിശേഷിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതെല്ലാം പഠിച്ചു തിട്ടമായിട്ടിരിക്കുക. ഇപ്പം നിങ്ങളിരിക്കുന്ന ഞാൻ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയ, അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം, എന്നെ കൊല്ലരുത്. ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ നോക്കിയിരിക്കുക, എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടാം. അതിൽ പിടിച്ച് ഒരു മണിയില്ലാതെ കുറേ എണ്ണം ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ പ്രസംഗത്തിൻ്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ തിയോളജിയുടെ മിടുക്കുകൊണ്ടുമൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭാഷയുടെയോ പ്രാസത്തിൻ്റെയോ മെച്ചത്തിലൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്നുമല്ല. നമുക്കങ്ങനെ, നമുക്കെല്ലാം അങ്ങനെ ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞെങ്കിൽ ഏക്കുകൊള്ളുന്നു. സാറ് കൊടുത്തൊരു പ്രയോഗമുണ്ട്, കുഞ്ചച്ചേടത്തെ യോഗമായുണ്ട്. സൈമൺ സാറിനെ പറ്റി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, യേശുവിനെ പറ്റി പറയുന്നില്ലെന്ന് ഇന്നാളൊരാൾ പറഞ്ഞു. എന്നാ ചെയ്യാൻ? അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫലിസ്ത്യരെ കാശിനീതൊന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ പുഷകമെന്തെന്നുള്ളൂ. കാശിന് കൊള്ളുന്നതല്ല കഴുതയുടെ താടിയല്ല. കഴുതയെ തന്നെ അത്ര തൃപ്തിയല്ല, കടൽ പിടിച്ചൊടുക്കുക പതിവ്. പിന്നെ ആരെങ്കിലും കഴുതയെ വീണ്ടുകൊള്ളണമെങ്കിൽ പകരം ആട്ടിൻകുട്ടിയെ, അതിന് ആടിനെ കൊടുത്തേച്ചാരാ കഴുത. പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ ചെയ്യുമായിരുന്നു, മുട്ട കൊടുത്തേച്ച് ഉണക്കമീൻ മേടിക്കുമായിരുന്നു. കള്ളക്കറിയാൻ മേല മുട്ടയുടെ വിചാരം എന്നതാ. ോടി ഞാൻ കണ്ടതാ ഒരമ്മ മുട്ട കൊടുത്തേച്ച് ഉണക്കമീൻ തരാൻ. അത് പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ കഴുതയെ വീണ്ടുകൊള്ളാൻ ആട്ടിൻകുട്ടിയെ കൊടുക്കണം, അതിന് മെനക്കെടുകയല്ല. കഴുതയുടെ പടലി പിടിച്ചൊടിക്കുക പതിവ്. തന്നെയുമല്ല, കഴുതയുടെ പച്ചത്താടിയല്ലേ, എനിക്കൊന്ന് ചൊവ്വനെ പിടിക്കാൻ പോലുമുള്ള വശമില്ല. പക്ഷെ ഫെലിസ്തീന് വന്ന് അങ്ങോട്ട് പട നിരന്നപ്പം ശിംശോൻ നോക്കിയപ്പോൾ ഒന്നുമില്ലാതിരിക്കും. നോക്കിയപ്പോൾ ഒരു കഴുതയുടെ താടിയല്ലേ, ചാടി ഇങ്ങെടുത്ത്, എൻ്റെ ഭാഷ പറഞ്ഞ താടിയിലെടുത്തപ്പോഴേ അതിനകത്ത് അഭിഷേകം വ്യാപരിച്ചു. അങ്ങനെ വ്യാപരിക്കും. കാരണം ശൗല് മരിച്ചപ്പം ഇങ്ങനൊരു വിലാപകാവ്യത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, ശൗലിൻ്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. അപ്പം അഭിഷിക്തന്മാർ കയ്യിൽ എന്തെങ്കിലും പിടിച്ചാൽ അതിനൊരു അഭിഷേകം ഉണ്ട്. അടിരുപേണ്ട ഭാഷ എല്ലാം പോയി. പിന്നെ അപ്പോൾ ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത ആ വാക്യം ഒന്ന് വായിച്ചേര് കർത്തൃദാസനെ. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. ശൗല് മരിച്ചപ്പോൾ ദാവീദ് ഒരു പാട്ട് പാടിയല്ലോ, വിലാപകാവ്യം ധനുർഗീതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശാമുവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ട്. അവൻ യഹൂദാ മക്കളെ, ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദാ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ, ഇസ്രായേലേ നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോം വീഥികളെ ഘോഷിക്കരുത്, ഫെലിസ്ത്യ പുത്രന്മാരെ സന്തോഷിക്കരുത്, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോബ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാടുതലങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത പദം, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അപ്പോൾ അഭിഷേകമുള്ള ഒരുത്തൻ പരിച പിടിച്ചാൽ അതിനകത്തും അഭിഷേകമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ
ഒരു ചെറിയ ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ ചർച്ചിലെ ഒരു നിയോഗം കിട്ടി. എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങി 7 മുതൽ 8:30 വരെ എല്ലാ വീട്ടിലും പ്രാർത്ഥനയാണ്. രാവിലെ എല്ലാവരും വരും, എല്ലാ വീട്ടിലും ഓരോ ഗ്ലാസ് കാപ്പി കൊടുക്കാൻ പറഞ്ഞു. കാരണം ഭക്ഷണം പിന്നെ പ്രാർത്ഥന മുടക്കും. ഭക്ഷണം വേറെ ഉണ്ട്, ഇത് സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. രാവിലെ 7 മുതൽ 8:30 വരെ. നിങ്ങളും വരുന്നേ വാ. നിങ്ങളുടെ സഭ യോഗം ഇല്ലെങ്കിൽ അവിടുത്തെ മുടക്കിയേച്ച് അങ്ങോട്ട് വന്നേക്കരുത്, പിന്നെ എനിക്കും യോഗത്തിനൊക്കെ പോകേണ്ടതാണ്. അപ്പൊ രാവിലെ ഞാൻ ദൈവവചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശൗലൻ രാജാവായി, ദാവീദും രാജാവായി. രണ്ടുപേരും 30 വയസ്സിലാ, ഇല്ലയോ? 30 അല്ലേ? രണ്ടും 30. അപ്പം ശൗല് രാജാവായപ്പോൾ 30 വയസ്സ്, ദാവീദും രാജാവായപ്പോൾ 30 അല്ലയോ? അതാ. ശൗലിനെ 40 ആണ്ടേക്കാ കൊടുത്തത്. അവിടെ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13:21. അനന്തരം അവർ രാജാവിനെ ചോദിച്ചു, ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. 40 വർഷത്തേക്കാ കൊടുത്തത്. 40 കൊല്ലത്തേക്ക് കൊടുത്തതാ. കക്ഷി 40 കൊല്ലവും നന്നായിട്ടിരുന്നില്ല, 2 കൊല്ലം ചൊവ്വോടിരുന്നു. അണ്ട 13-ന്റെ 1 വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ന്റെ 1. പെട്ടെന്ന്, നമ്മുടെ വിഷയമല്ലെങ്കിൽ ഒരു കാര്യം പറയാനാ. രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രയേലിൽ 2 സംവത്സരം വാണു. ശരിക്കും വാണത് 2 ഉള്ളൂ. 40 ഇരുന്നു, അത് കടിച്ചു തൂങ്ങിയിരുന്നതാ. 2 വർഷമേ ശരിയായിട്ടുള്ള ഭരണം. ചില ആൾക്കാർ പണങ്ങരുത്, ആരും എന്നോട് പണങ്ങരുത്. ചില ആൾക്കാർ പറഞ്ഞു, കഴിഞ്ഞോ 80-ൽ പരം വർഷമായി ഞാൻ ഈ വേലയില്ല. എത്ര നാൾ വേല ചെയ്യുന്നെന്ന് പറ. പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പിണങ്ങരുത്, ഉടക്കരുത്. സ്ഥലവും സഭയും ഒന്നും എന്നോട് ചോദിക്കരുത്. ഒരാള്, അന്ന് ഞാനും ഉണ്ടവിടെ, ഒരു സഭയിൽ വന്ന് പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേലയിലാണ് പൂർണ്ണ സമയം. 50 വർഷമായി ഞാൻ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയാണ്. അത് പറഞ്ഞേച്ച് യോഗമെല്ലാം ശുശ്രൂഷകൾ ചെയ്ത് കൂട്ടത്തിൽ പാവത്താന് പറഞ്ഞു, ദൈവം എനിക്ക്, ഇപ്പോഴല്ല കുറേ നാൾ മുമ്പാ, പഴയ ആളാ, ദൈവം എനിക്ക് 12 മക്കളെ തന്നു. അവരെല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നു. അമേരിക്കയിലാണ് മിക്കവരും. വേറെ ചില രാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവിധമാകുന്ന ഭൗതിക നന്മകളുമൊക്കെ ദൈവം കൊടുത്തു. ആ കുഞ്ഞുങ്ങളെ 12 പേരെയും ജനിപ്പിച്ച് വളർത്തി, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ദൈവകൃപയിൽ വളർത്തി, അവർക്കെല്ലാം വിവാഹം നടത്തി. മക്കളും കൊച്ചുമക്കളും ഞാൻ മറന്നുപോയി, ഇത്ര കൊച്ചുമക്കളുടെ മക്കൾ ഇത്ര എല്ലാം പറഞ്ഞു. ദൈവം എന്നെ നടത്തി. നല്ല മനുഷ്യനാ. യുക്തിക്ക് പിടിക്കുന്ന ഒരു അച്ചായ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന അന്ന്. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇല്ലേ പാസ്റ്ററെ, 50 കൊല്ലം മേലെ ചെയ്തെന്ന് പറഞ്ഞു. 12 മക്കളെ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് മിടുക്കരാക്കി കല്യാണം ആലോചിച്ച് കല്യാണം നടത്തി കൊച്ചുമക്കളെയൊക്കെ സംരക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് എവിടെ 40 വർഷം 50 വർഷം? അതുകൊണ്ട് 50 വർഷം പൂർണ്ണമായിട്ട് നിന്നൊന്നും പറയണ്ട. 50 വർഷമായിട്ട് എന്നാലാവും ഇതൊക്കെ ഏതാണ്ട് ശരിയാ. ഞാൻ നിങ്ങളെല്ലാം വർഷത്തിന്റെ കണക്ക് പറയും, നല്ലതാ, അഭിനന്ദിക്കുന്നു. പക്ഷേ 50, 20, 30, 40, 10 ആകട്ടെ, അതിൽ എത്ര വർഷം നന്നായി വേല ചെയ്തു, എത്ര മാസം, എത്ര ദിവസം, ആ ദിവസത്തിൽ ഒരു ദിവസത്തിൽ എന്തും വേണം ചെയ്തു. നമ്മൾ തന്നെത്താൻ ശോധന ചെയ്താൽ മതി. വേറെ ആരെയും വിധിക്കണ്ട, അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ഞായറാഴ്ചത്തെ വേല ഒരു സഭായം നടത്തുക, എല്ലാം കൂടെ ഒരു 4-5 മണിക്കൂർ. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അത് സഭായം കഴിഞ്ഞ് വിശ്രമം. ചിലര് പറയാനുണ്ട് 9 കഴിഞ്ഞാൽ എന്നെ ഫോൺ ചെയ്യരുത്. ചിലര്, എല്ലാവരും അല്ല,
ചിലരെ കാണണമെങ്കിൽ തന്നെ മിണ്ടുന്നില്ല ആരും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരാതാ നല്ലത്. ദൈവത്തിന് മഹത്വം. തന്നെത്താൻ ശോധന ചെയ്താൽ മതി. അതെ, 40 ആണ്ടത്തേക്കാ ദൈവം കൊടുത്തത്. പക്ഷേ 2 വർഷമേ നേരും ചൊവ്വിനും മേലെ ചെയ്തോളൂ. പിന്നെ ദുരാത്മബാധിതനായി, എന്റെ ഭാഷയെ പറഞ്ഞ നൊരയും പതയും ചാടും. അന്നേരം ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. പുള്ളിക്ക് അല്പം ആശ്വാസം കിട്ടും. പിന്നെയും പുള്ളി കൈ കുന്തമെടുക്കും. ദാവീദിനെ കണ്ട കുത്താൻ ചെല്ലും. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്ല. പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറി. അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അഭിഷിക്തന്റെ കയ്യിൽ ഒരു കഴുതകിട താടിയിൽ കിട്ടിയാലും അതിനകത്ത് അഭിഷേകം വ്യാപരിക്കും. നിസ്സാര വസ്തുക്കളെ കൊണ്ട് ആ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രസംഗത്തിന്റെ മെച്ചമോ പാട്ടിന്റെ മെച്ചമോ പദങ്ങളോ പദാനുപദങ്ങളോ പ്രാസമോ വാക്കുകളെല്ലാം ചേർത്ത് കോർത്ത് വാക്ധോരണി, അതിലൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ചിലപ്പോ ഒരു സാധുവായി ദൈവദാസൻ, സാധുവായ ഒരു ദൈവദാസി, ഒരമ്മ ഒരു ഹല്ലേലൂയ പറയുമ്പോഴായിരിക്കും വിടുതൽ നടക്കുന്നേ. ചിലപ്പോ നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് ഒരു ഹല്ലേലൂയ പറയുമ്പോഴായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവൻ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, ദൈവം കരുണ ചെയ്യുന്നതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം കാശിന് കൊള്ളാനുള്ള കരത്തിൻ താടിയല്ലാൽ, കരം കഴുത, കരത്തിൻ താടിയല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയിൽ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. ശാസ്ത്രം ഒന്നും അറിയത്തില്ലെങ്കിലും ആ പ്രയോഗമാ. സൂര്യന്റെ കിരണങ്ങൾ കാർമേഘത്തിലേക്ക് നിബന്ധിച്ചു കഴിയുമ്പോൾ വർണ്ണശബളമായ ചാപം, വില്ല്, മഴവില്ല് എന്ത് സുന്ദരമായ, എന്ത് മനോഹരമായ, കണ്ണുകൾക്ക് എന്ത് ആനന്ദമാണ്, നയനമനോഹരമല്ലേ. ആ വർണ്ണശബളമായ മഴവില്ല് നിൽക്കും. ദൈവത്തിന്റെ ദൈവം സൃഷ്ടിച്ച സൂര്യന്റെ കിരണം നിബന്ധിക്കുമ്പോൾ, ഈ കാർമേഘത്തിലേക്ക് നിബന്ധിക്കുമ്പോൾ അത് വർണ്ണശബളമായ ആ മഴവില്ലായി നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം നിന്നെ ദൃഷ്ടി വെച്ച് നോക്കിയാൽ നിന്റെ സകല കേടുപാടും മാറും. ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി. വിക്കും തടിച്ചു നാവുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ജന്മനാ ഒന്നും വിൽക്കാനല്ലായിരുന്നെന്ന. കാരണം മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവർത്തിയിലും സമർത്ഥനായെന്ന അപ്പോസ്തല പ്രവൃത്തി 7:22 തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ ജന്മനാ വലിയ വിക്കില്ലായിരുന്നെന്നാ പറയുന്നത്. ഇവിടെ സാറന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ട്, പേടിച്ചാ പറയുന്നത്. ക്ഷമിക്കണേ, ദൈവത്തിന്റെ മഹത്വം. ജന്മനാ വിക്കില്ലായിരുന്നെന്നാ. പിന്നെ വേറൊരാൾ പറഞ്ഞേക്കുന്നത് കല്യാണം കഴിഞ്ഞ പിന്നെ ആയിരുന്നെന്നാ. ഏതാണ്ട് ശരിയാകാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുത്തനെ തല്ലിക്കൊന്നേച്ച അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടി വന്ന മൂച്ചിന് കല്യാണവും കഴിച്ചു. അപ്പം അവർക്കും തിരക്കാനൊത്തില്ല അങ്ങനെ വന്നതെന്ന്. ചെല്ല് ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ഞങ്ങൾ കല്യാണം നടത്തും. പെട്ടെന്നായതുകൊണ്ട് ശരിക്കും അന്വേഷിക്കാൻ പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴാണ് യോഗ്യട്ട് ജോലി പോയ അവിടെ വന്നത്. പിന്നെ ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ഇനി മാറാനും ഒക്കുകയല്ല. അപ്പം ഈ വന്ന മൂച്ചിന് പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞേ പിന്നെ പയ്യ അവിടെ തങ്ങിക്കൂടി. അപ്പം ദത്തല്ലയോ, അതിൻ്റെതായ ക്ഷീണം ഉണ്ടാകും. അപ്പം ഈ ബന്ധുവീട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പുള്ളി കയറി അഭിപ്രായം പറയും. പുള്ളി എല്ലാത്തിനും കയറി ഏക്കുന്ന ആളാണ്. അതിൽ ഒരു മിസ്രയീമിനും എബ്രാഹിനും കൂടെ ശണ്ട ഉണ്ടാക്കിയ പുള്ളി കയറി ഏറ്റു. പിറ്റേന്ന് 2 എബ്രായർ തമ്മിൽ ശണ്ട ഉണ്ടാക്കിയപ്പോഴും പുള്ളി കയറി ഏത് കേസും പുള്ളി ഏക്കും. അപ്പൊ ഈ ബന്ധുവീട്ടിൽ ചെന്നപ്പം കേസുകളെല്ലാം പുള്ളി കയറി അമ്മായിപ്പനോടായി ഇത്രോട് പറയാം അച്ഛാ എന്നാ അമ്മായി പറയാം. പിന്നെയും പുള്ളി സിപ്പോറായും അപ്പനും അളിയന്മാരും ഒക്കെ, മോശയുടെ അളിയൻ എന്നൊക്കെ ബാക്കിയുള്ള അളിയന്മാരുണ്ട്. അളിയന്മാരും പെങ്ങളും ഒക്കെ എന്തെങ്കിലും പറയുമ്പോഴേ പുള്ളി എടി. അപ്പൊ ഇങ്ങനെ ഈ ഇത്ര ഒന്ന് വിളിച്ചതാ സിപ്പോറ എന്ന് വിളിച്ചു. ഇങ്ങനെ പറഞ്ഞ് പുള്ളി വിക്കായെന്ന് ചിലര് പറയുന്നു.
ഏതാണ്ട് ലക്ഷണവും സാഹചര്യവും കണ്ടിട്ട് അത് അങ്ങനെ ആകാനുമാ സാധ്യത എന്നും തോന്നി. എന്തായാലും വിക്കായി. എന്തായാലും ദൈവം വിളിച്ചപ്പോൾ പുള്ളി ഒഴിവഴി പറഞ്ഞു, എന്നെ കൊണ്ടൊക്കത്തില്ല, കുഴപ്പമില്ല, അഗരോനെ നിന്റെ വായാക്കി നിർത്തും. അങ്ങനെയുള്ള മോശയുടെ നാവിനെ പ്രവർത്തിക്ഷമമാക്കിയെന്ന മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ബലിയാൻ കഴുതയ്ക്കിട്ട് മൂന്നാമത് കാണിച്ചപ്പോ കഴുതയുടെ വാ ദൈവം അങ്ങ് തുറന്ന് കഴുത തിരിഞ്ഞേച്ച് പറഞ്ഞു, എന്റെ അച്ചായ എന്നെ ഈ 3 വട്ടം അടിപ്പാൻ ഞാൻ അച്ചാനോട് വല്ലോ കാലമല്ല എന്റെ നെഞ്ചത്ത് കയറി അച്ചായൻ ഈ ശുശ്രൂഷയ്ക്ക്, എന്നിട്ട് പിന്നെ എന്നെ അടിക്കുകയാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ കൈ വാളുണ്ടായിരുന്ന എന്നെ ഞാനിപ്പം സ്വാശയം ആശയപശമൊന്നും ഇല്ലാതാ കഴുത പറഞ്ഞത്. സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ദാശർ ഷായ, ദാശർ ദാസർ സായല്ല ഷാ, സാ വേറെ ഷാ വേറെ. ദാശരെ, ദാശർ എന്ന വാക്കിന്റെ അർത്ഥം ദീവരര് അല്ലെങ്കിൽ മുക്കുവര്. ദീവരര് അല്ലെങ്കിൽ മുക്കുവര്. ദാശരെ, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മീൻ പിടിച്ചു കിടന്ന ആളൊരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോ 3000 എണ്ണ കയറിയ. ഡോക്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ലൂക്കോസ്. പുള്ളി പ്രസംഗിച്ചിട്ട് പുള്ളിയെ ആവശ്യമാ, സഭയ്ക്ക് എല്ലാവരും ആവശ്യമാ. മീൻ പിടിക്കുന്നവനും ആവശ്യമാ, ഡോക്ടറും ആവശ്യമാ, കാശുള്ളവനും ആവശ്യമാ, കാശില്ലാത്തവനും. എല്ലാരും കൂടെ ഉള്ളതല്ലയോ എല്ലാ വിഭാഗത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കൂട്ടമല്ലയോ സഭ. ഒരു വിഭാഗക്കാര് മാത്രം കൂടുന്നൊന്നും സഭയല്ല. ചെല്ലുപടത്തില്ലേ അവര് ഡോക്ടർമാര് മാത്രം ഉള്ളവിടെ, അത് ആശുപത്രി ആയിരിക്കും, സഭയൊന്നുമല്ല. ആ സഭ മീൻ പിടിക്കുന്നവർ മാത്രമുള്ളു, അത് അവിടെ വാടി കടപ്പുറമല്ലോ ആയിരിക്കും. ആ സഭയിൽ അവിടെ വെളുത്തവര് മാത്രമേ ഉള്ളൂ, അത് ആയിപ്പന്മാരായിരിക്കും. ഇവിടോ അത് കറുത്തതല്ല, ഇതൊന്നും സഭയല്ല, അത് വിദ്യാഭ്യാസം ഉള്ളവരുടെ സഭ. അല്ലല്ല, ഇത് വിദ്യാഭ്യാസം അങ്ങനല്ല. എല്ലാ വിഭാഗത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനെ ആമൻ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വരുന്ന ഒരു കൂട്ടം ആ സഭ. ഒരു പ്രത്യേക വിഭാഗക്കാര് മാത്രം കൂടുന്നൊന്നും സഭയല്ല, അത് അവരുടെ സംഘടനയാ. ദൈവത്തിന് മഹത്വം. വേട്ടമല പാടിയ ഒരു പാട്ടിന്റെ ഒരു വരി പാടാ, ഇതുവരെ പല പല ജാതിയിൽ നിന്നും നമ്മൾ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പലരോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പലരോട് തുല്യരാകും. ഇടയനേകമാകും ആട്ടിൻ കൂട്ടവും ഒന്നാകും. ഇടയനേകമാകും ആട്ടിൻ കൂട്ടവും ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പലരോട് തുല്യരാകും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക ആൾക്കാർ മാത്രം കൂടുന്നതല്ല സഭ. ഇവിടെ ദാശർ എന്ന് പറഞ്ഞാൽ മുക്കുവന്മാര്, മീൻ പിടിക്കുന്നവര്. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന പത്രോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പം 3000 എണ്ണ അകത്ത് കയറി. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ചൊല്ലിയത് നിസാര വസ്തുക്കളെ കൊണ്ടൊക്കെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. എനിക്ക് കഴിവില്ല, കളറില്ല, വിദ്യാഭ്യാസമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, ഇതിനകത്ത് പിടിയില്ല, പിടിപ്പില്ല, ഒന്നും ചിന്തിക്കരുത്. നീ ദൈവസന്നിധി ഒന്ന് സമർപ്പിച്ചാൽ ദൈവം നിന്നെ തൻ്റെ കരത്തിലെടുക്കും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ എന്തിനാ ഇവരുടെ എല്ലാം കാര്യം പറഞ്ഞത്? എൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ. വിദ്യാഭ്യാസമില്ല, വിവരമില്ല, അത് നിങ്ങൾക്കറിയാം.
എന്നെപ്പറ്റി ഒത്തിരി ആക്ഷേപങ്ങളിൽ കുറച്ച് ഒത്തിരി ഒന്നിതാ, അയാൾക്ക് വിവരമില്ലെന്നാ പറഞ്ഞത്. സത്യമായ കാര്യമാണ്, വിവരമില്ല. ഇല്ലെന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, ഇല്ലെന്ന്. വിവരമില്ല. വേറൊരാൾ പറഞ്ഞ അയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. എനിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, നാളെ ഇനി പറയുന്നുമില്ല. ഇല്ലല്ലോ, സ്റ്റാൻഡേർഡ് ഇല്ല. ഇന്നാളൊരാൾ പറഞ്ഞ അയാൾ കുടുംബത്തിൽ പിറന്നവനൊന്നും അല്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, അതും സത്യമാണ്. ആശുപത്രി പ്രസവിച്ചെന്ന് അമ്മ പറഞ്ഞു കേട്ടേക്കുന്നു. കുടുംബത്തിലല്ല പറഞ്ഞത്. ഞങ്ങളുടെ ഒരു അച്ചായന് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഇപ്പോഴും ഉണ്ട്. പുള്ളി ഒരിക്കൽ പറഞ്ഞ അവനെ വിവരമില്ല, അവൻ്റെ പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ പറയാം. അവൻ്റെ തന്ത കള്ളഷാപ്പുകാരനല്ലയോ, അതിൻ്റെ വിവരമുള്ളെന്ന്. അതും സത്യമാണ്, സത്യം. എൻ്റെ അപ്പന് കള്ളഷാപ്പിൽ ഒരു ചെറിയ ജോലിയായിരുന്നു, സപ്ലയർ. അപ്പം യൂണിയൻ തൊഴിലാളിയാ. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ആ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ 4 മക്കളെയും, പിന്നെയും പ്രാരാബ്ധം ഉണ്ടായിരുന്നു, അവരെല്ലാം എൻ്റെ അപ്പം എനിക്കതിൽ അഭിമാനമാണ്. അതെ, അഭിമാനമായിരിക്കും. ഞാൻ പറയുന്നത് അല്പം കടന്നു പോയോ എന്ന് ചിന്തിക്കരുത്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ രണ്ടുപേരും തെറ്റിദ്ധരിക്കരുത്. ഒരു കുഞ്ഞുങ്ങളുടെ അടുക്ക പോലും കൈ നീട്ടാൻ ഞങ്ങളെ ഇടയാക്കിയില്ല. ഇല്ല. അല്ല, പള്ളിക്കൂടത്തിൽ പോകാൻ പെൻസിൽ മേടിച്ച് തരണേ, അതിന് തരണേ, ബുക്ക് മേടിച്ച് തരണേ, കൊച്ചുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടാ. എൻ്റെ പെന്തിക്കോസുകാരൊന്നും അല്ലായിരുന്നു, ഒന്നിനും. ആ കള്ള് ഷാപ്പിലെ ചെറിയ ജോലി. രാവിലെ എൻ്റെ അപ്പം പോവും, വൈകിട്ട് 9:10 ആകുമ്പോഴാണ് വരുന്ന പാവം. എൻ്റെ അമ്മ എന്ത് ജോലി ചെയ്തിട്ടുണ്ട് പാടത്ത്. ഞങ്ങളുടെ പുറകിലെല്ലാം പാടമാണ്, കൊയ്യാനും മെതിക്കാനും കഷ്ടപ്പെട്ടു ഒത്തിരി. ഞാൻ ഇന്നലെയും സഭയിൽ ഇതൊക്കെ പറഞ്ഞു. ഞാനിതൊക്കെ എല്ലായിടത്തും പറയും. അമേരിക്ക ചെന്നും പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, മാസ്തി നീ അതൊന്നും അപ്പോൾ പോടാന്ന് പറഞ്ഞു. നിൻ്റെ പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ എന്ന് ചോദിച്ചു. എൻ്റെ തന്തയുടെ കാര്യം നീ ആണോ പറയുന്നത്? നിനക്ക് വല്ല കുന്തോ അറിയാവോ? അത് ഞാൻ തന്നെ പറയണം. അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. എല്ലാം അങ്ങനെ നിങ്ങളുടെ അപ്പന്മാരെ പറ്റി പറയുന്ന അഭിമാനമല്ലേ? അതെ, എൻ്റെ അമ്മയോ കേട്ടോ ജോലിക്കൊക്കെ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ അപ്പനും അമ്മയും ഒരുത്തരുടെയും മുന്നിൽ പോയി കൈ നീട്ടാൻ അത് ദൈവം അനുവദിക്കാഞ്ഞതാ. അവരുടെ ആ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പം ഭക്ഷണം ഒക്കെ എല്ലാം ഒന്നും ചിലപ്പോൾ കിട്ടുകയില്ല. സ്കൂൾ വിട്ട് 4 മണിക്ക് വരുമ്പോഴൊന്നും ഭക്ഷണമൊന്നും ചിലപ്പം കിട്ടുകയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഒന്നും കഴിച്ചിട്ടില്ല. ചിലപ്പം രാത്രി വെച്ച ചോറിൻ്റെ കാണും, വെള്ളം ഒഴിച്ചിടും. രാവിലെ വരുമ്പോൾ അമ്മ പറയണ്ട പഴങ്കഞ്ഞി കുടിച്ചു പോകാൻ പറയും. അങ്ങനെയൊക്കെയാണ്. അല്ലെ ചപ്പാത്തി, പൂരി, പിന്നെ പൂരിയും കൂരിയൊക്കെ കൊടുത്തവൻ ഒരെണ്ണം അന്വേഷിക്കുന്നില്ലല്ലോ. പൂരി തിന്നുവെച്ചാൽ അതിലേ അങ്ങ് പോയില്ലയോ? പഴങ്കഞ്ഞി കുടിച്ച് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും നന്നായിട്ട് ശുശ്രൂഷിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പഴങ്കഞ്ഞി കുടിച്ച് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും എന്നാലാവും വിധം എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പൂരിയും ചപ്പാത്തിയും പിന്നെന്തുവാ, എന്തൊക്കെയാ തങ്കമാമേ ഇപ്പോഴത്തെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത്? സമൂസയല്ലേ, വേറെ എന്തുവാണ്, നൂഡിൽസ് വരെ പോലെ കിടക്കുക. കൊടുക്കരുതെന്നൊന്നും അല്ല എൻ്റെ വാദം. കൊടുത്തോ, ഇഷ്ടം പോലെ കൊടുത്തോ. എനിക്ക് അഭിമാനമാണ്. അപ്പൊ അത് അച്ചായൻ പറഞ്ഞത് അവൻ അതിന്റെ സ്റ്റാൻഡേർഡേ ഉള്ളതാ കള്ള് ഷാപ്പിലെ. ശരിയാ പറഞ്ഞിട്ട് എനിക്കെന്നാ അഭിമാനമാണ് എനിക്കത്. പക്ഷെ വേറൊരു കാര്യം പറയാം, എൻ്റെ അപ്പം കള്ള് ഷാപ്പിലെ ജോലി ആയിരുന്നാലും കള്ള് കുടിക്കുകയല്ലായിരുന്നു. കുടിക്കല്ലായിരുന്നു, പുക വലിക്കത്തില്ല, കള്ള് കുടിക്കുകയല്ല. ഞാൻ തുറന്നങ്ങ് പറയാം, ഒരു ചീത്ത വർത്താനം പറയുകയല്ല. കേട്ടിട്ടില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ഞാനങ്ങ് തുറന്ന് പറയാം, ഒരു പുല്ലേന്ന് പോലും വിളിക്കുന്ന കേട്ടിട്ടില്ല. എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. പക്ഷെ കേടൂടെ തീർത്ത് അപ്പനൊന്നും കള്ളു കുടിക്കുകയല്ലായിരുന്നു. 50 വർഷത്തോളം കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു. കള്ളു കുടിക്കുകയല്ലായിരുന്നു, പുക വലിക്കുകയല്ല, വീട്ടിൽ തന്നെ അതിൽ ഉറക്കെ സംസാരിക്കുകയല്ല, വളരെ ശാന്തനും
നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കി. ഞാനിപ്പോൾ ലൈവിലില്ലയോ പറഞ്ഞ കാലത്തുകാരും കേട്ടോണ്ടിരിക്കില്ല. അങ്ങോട്ട് ഒന്ന് ചോദിച്ചു. നല്ല മനുഷ്യനായിരുന്നു. അപ്പം ആ അച്ചായൻ പറഞ്ഞത് അവനെ അതാ ശരിയാ, കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു. എന്ത് കള്ളം പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ് വളർത്തിയത്. എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, ഇല്ല. നിങ്ങൾ പറയാം അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെന്ന്. അപ്പം നിങ്ങൾ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഞങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. ദൈവത്തിന് മഹത്വം. കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല, ഇല്ല. ജാതിയുടെ മഹത്വവും പറയാൻ അതുമില്ല. വലിയ കളറുമില്ല. ശബ്ദമാന്നേ അത്ര സുഖമല്ല. എന്നുള്ള തള്ള പറഞ്ഞ് കാറാതെ വചനം പറഞ്ഞേച്ച് പോകാൻ. പാടുന്നെന്ന് പോലും ആ തള്ള പറഞ്ഞില്ല. എന്നാൽ പാടാതെ നല്ല പറഞ്ഞത്, കാറാതെ. അതെ, അങ്ങനെ എന്തെല്ലാം കുഴപ്പടിയാ. എന്നെ ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. അതിനാ ഞാൻ പറഞ്ഞ മറ്റു ശ്ലോകമൊന്നും ചൊല്ലിയില്ലെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചു. നിസാര വസ്തുക്കളെ കൊണ്ട് ദൈവം മഹത്വം വെളിപ്പെടുത്തും. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. യേശുവിനൊന്ന് സമർപ്പിച്ചാൽ മതി. കർത്താവിന്റെ കരങ്ങളിലൊന്ന് സമർപ്പിച്ചാൽ മതി. ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും. എനിക്കു പരകതിയാരുള്ളൂ പതിനൊന്നി ത്യജിച്ചു സുരപുര അതിജന്മാൻ. എനിക്കു പരകതിയാരുള്ളൂ ത്യജിച്ചു സുരപുര അതിജന്മാൻ. അവരുടെ ഇച്ചിരി കൊടുക്കണം. എന്റേത് മേളിൽ നിൽക്കണേ ഈ ശബ്ദം. അത് വേണ്ടെന്നല്ല, അത് ഞാൻ ഇവർക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ കൂട്ടിക്കണം. ഞാൻ പാടുമ്പോൾ ഇത് വേണം മേളിൽ. എനിക്കു പരകതിയാരുള്ളൂ പതിനൊന്നി ത്യജിച്ചു സുരപുര അതിജന്മാൻ. എനിക്കു പരകതിയാരുള്ളൂ പതിനൊന്നി ത്യജിച്ചു സുരപുര അതിജന്മാൻ. എനിക്കു പരകതിയാരുള്ളൂ പതിനൊന്നി ത്യജിച്ചു സുരപുര അതിജന്മാൻ. ദരിദ്രനക്ക് ധന സമൃദ്ധി ലഭിക്കും, ദരിദ്ര നിലയിൽ ഭവിച്ചു നീ. ദരിദ്രനക്ക് ധന സമൃദ്ധി ലഭിക്കും, ദരിദ്ര നിലയിൽ ഭവിച്ചു നീ. സ്നേഹപൂരിത ജീവനാ, സ്നേഹപൂരിത ജീവനാ, അതുകൊണ്ട് ഇന്ന് രാത്രി നിസാരമെന്ന് നമ്മൾ ഗണിക്കുന്നതിനെയൊക്കെ ദൈവം കാര്യത്തിലെടുത്ത് ഉപയോഗിക്കും. അതേ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ്. മത്തായി സുവിശേഷം നമുക്കറിയാം, അവിടുത്തെ രാജാവാണെന്ന് തെളിയിക്കുന്ന പ്രയോഗങ്ങളാണ്. മർക്കോസ് ദാസരൂപമെടുത്ത ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായ യേശുവിനെ മാനവജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നാൽ വ്യത്യസ്തമായ യോഹന്നാൻ നമുക്കറിയാം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. എന്തുവാ ഈ സുവിശേഷം? എല്ലായിടങ്ങളിലും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം, സുവിശേഷ യോഗമായതുകൊണ്ട്. എന്തുവാ സുവിശേഷം? അത് യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, പൗലോസ് കൃത്യമായി സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? തീത്തോസ് 2:11 പഠിക്കുമ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടും പുണ്യപ്രവൃത്തി കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും നേർച്ച കാഴ്ച കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒന്നും രക്ഷപ്പെടുകയല്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇനി ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ സകല ജാതികളുമായുള്ളവരെ ഇത് എല്ലാവരും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കാര്യമായി സുവിശേഷം. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേൾക്കാൻ
പറ്റത്തില്ല. അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മ എല്ലാം കൂട്ടിരുന്ന് എല്ലാ കാര്യവും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ചില അമ്മമാര് വർത്താനം പറയാൻ പറഞ്ഞേ എന്നിട്ട് പോടാ, മൂത്തൊരു വർത്താനം പറയുന്നതിനിടെ മൂത്തൊരു പറഞ്ഞ അത്ര വർത്താനമാണ് കൊച്ചുങ്ങൾ കേൾക്കാൻ പറ്റാത്ത വർത്താനമായി പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൂത്തൊരു പറയുന്നതിനിടെ കീഴെ കയറി അപ്പൊ മൂത്തൊരു പറയുന്നതല്ല. ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു അച്ചായൻ സംസാരിച്ചു. അല്പം വഴി വിട്ടാ പുള്ളി സംസാരിച്ചത്. പുള്ളിയുടെ അനിയൻ്റെ മകൻ, അവനെന്ന് പൊടിയാ, ഇപ്പം അവൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് അവൻ പൊടിക്കുഞ്ഞ, എനിക്ക് തോന്നുന്നൊരു 7 വയസ്സ് കാണുമായിരിക്കാം അന്ന്. അപ്പോൾ പുള്ളി ഈ കൊച്ചിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര വർത്താനമാണ്. വേറൊരാളോട് ഒരു കാര്യം പറയുക, അപ്പം അല്പം അശ്ലീലമായിട്ടുമൊക്കെ ആ പുള്ളി പറയുന്നത്. ഇവൻ അടുത്തിരിക്കുന്ന പുള്ളി ശ്രദ്ധിക്കുന്നില്ല. അനിയൻ്റെ മോനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെ ഇവൻ കയറി അഭിപ്രായം പറഞ്ഞു, പാപ്പ അത് അങ്ങനല്ലേ എന്ന്. അവൻ പൊടിയാന്നതിലും മൂപ്പാ. എന്നാ പുള്ളി പറഞ്ഞു അങ്ങനല്ലടാ, മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് പുള്ളി വർത്താനത്തിൻ്റെ ചൂടി മറ്റേ പുള്ളിയോട് ഇതെല്ലാം പറഞ്ഞേച്ച് പുള്ളി വേറൊരു കാര്യം പറയാമെന്നമ്മ പുള്ളി പറയാം, പാസ്റ്ററെ കൊച്ചനിരിക്കുന്നില്ലേ, ഞാൻ കൊച്ചൻ അതിനെല്ലാം അഭിപ്രായം പറഞ്ഞു വെച്ചിരിക്കുക. പുള്ളിക്ക് ഒടുവിലാ മനസ്സിലായത് കൊച്ചൻ ഇവിടെ ഇരിക്കും. അപ്പം ഞാനും നിങ്ങളുമെല്ലാം പല കാര്യങ്ങൾ പറയും. അതെല്ലാം ഒന്നും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതൊന്നും അല്ല. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതും എല്ലാവർക്കും കാണാൻ പറ്റുന്നതും ഒന്നും അല്ല. എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന നല്ലൊരു വാർത്ത സുവിശേഷം. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് യാതൊരു ജാള്യതയും കൂടാതെ യാതൊരു അസ്വസ്ഥത കൂടാതെ കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത അത് സുവിശേഷമാണ്. ആ വാർത്തയാ ഈ ദിവസങ്ങളിലൂടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? എല്ലാരും കേൾക്കണം. ഈ സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിലെ ഒരു കാര്യമാണ് ആ കണ്ണികയ്ക്കകത്ത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത വേഗത്തിലൊന്ന് വായിക്കാമെങ്കിൽ വലിയ ഉപകാരം. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന് ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ആ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് അവിടുത്തെ തിരുജനനത്തോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ സംഭവിച്ചത്? ആ കണ്ണിക പഠിക്കുമ്പോൾ 2-3 കാര്യം പറയാം. ഒന്ന്, മാനവ ജനതയുടെ ഇരുട്ട് മാറും. കാരണം ആ വാക്യത്തിൽ ഇങ്ങനുണ്ട്, രാത്രിയിലായി സംഭവം. അല്ലേ ദൈവദാസനെ? അവിടെ രാത്രി എന്നൊരു പറഞ്ഞു. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ. അപ്പോൾ ഈ സംഭവം നടക്കുന്ന രാത്രിയില്ല. ഒരു വലിയ പ്രകാശം മിന്നി. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ വെളിച്ചത്തിൽ ഇരുട്ട് മാറി എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടാൽ, സുവിശേഷം വന്നാൽ നിന്റെ ഇരുട്ട് മാറും.
നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറും, കുടുംബത്തിന്റെ ഇരുട്ട് മാറും, ദേശത്തിന്റെ ഇരുട്ട് മാറും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റും. ആമേൻ. ഈ ലോകത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. വേറെ ഒന്നും കൊണ്ട് മാറുകയല്ല. പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ വലിയ വാതോരണി ഒക്കെ ആയിട്ട് സംസാരിച്ചാലൊന്നും ഇത് മാറുകയില്ല. ഇരുട്ട് മാറ്റാൻ മാറ്റുന്ന ഒരേ ഒരു മാർഗം അത് നിത്യ സത്യ സുവിശേഷമാകുന്ന യേശു ക്രിസ്തു. എത്രയോ വ്യക്തികളുടെ ഇരുട്ട് മാറി. ഇഷ്ടം പോലെ ഭ്രാന്ത് പിടിച്ച് കിടന്നതിനെല്ലാം ശൂചാടൻ ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭ്രാന്ത് മാറ്റി. പുതുപ്പള്ളിയിൽ ഒരു നടുക്കോട്ട് ചിന്നമാമ ഉണ്ടായിരുന്നു, ഭ്രാന്തായിരുന്നു. അറിയാവില്ല, തോന്നിട്ട് ഞാൻ അറിയാം. നടുക്കോട്ടിലെ ചിന്നമാമ മരിച്ചുപോയി, ഭ്രാന്തായിരുന്നു. അതിനെങ്കിൽ ജോർ സാറ് വേല ചെയ്യുന്ന കാലത്താ കർമ്മയിലെ കുട്ടിയമ്മ കൊച്ചമ്മയും മാങ്ങാനും അറിയാമയും പ്രവാചകി അറിയാമല്ലോ. പിന്നെ എവിടെ വീട്? എവിടെ? ഏത് വീട്ടില്? നേരത്തെ പറയണം. തറയിലെ വീട്. അപ്പൊ അന്ന് അവിടെ ഭക്തരായ അനേക ദൈവദാസന്മാരുണ്ട്. അവിടെ പാപ്പൻ സാറ്, പാപ്പി സാറ്, കൊച്ചു സാറ്, മക്രോണിലെ ജൗമേല് സാറ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിനൊക്കെ ജോർ സാർ വേല ചെയ്യുന്ന കാലത്ത് വന്ന് പറഞ്ഞു, ഇന്നതുപോലെ നടുക്കോട്ടിലൊരു വീടുണ്ട്, പഴയ തറവാട്, അറയുന്നതിനും വീടാ, തെങ്ങ് തുളച്ച് നാമത്തിലിട്ടിരിക്കുക കൊച്ചമ്മേ. ആത്മാവി നിറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങോട്ട് ചെന്ന് നമ്മുടെ ചെറിയാങ്കോതകരി പാസ്റ്ററുടെ അമ്മായിയമ്മ അടുത്ത കാലത്ത് അമേരിക്ക മരിച്ചത്. 100 വയസ്സുണ്ടായിരുന്നു കൊച്ചമ്മ. നല്ല ദൈവകൃപയുള്ള അമ്മയാ. അമ്മേനെയൊക്കെ കൊണ്ടുവരങ്ങോട്ട് ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ഭ്രാന്ത് മാറി. അതാ പെന്തിക്കോസ് എന്നേ. അല്ല, ഇതിനകത്ത് വന്ന് ഭ്രാന്ത് വരികയല്ല. നമ്മുടെ നല്ല സഹോദരിമാര് പറഞ്ഞില്ല, കൊച്ചേ എന്നെ ഞാൻ ഭ്രാന്തെടുത്തിരിക്കുക കേട്ടോ. അരി വന്ന് ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ച് ഭ്രാന്ത് മാറിയെന്ന്. ചിന്നമാമ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് ആമ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ച മാന്യ ദൈവദാസി. എന്റെ ദൃഷ്ടിപ്പെട്ട ഓർമ്മ വന്നൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. നമ്മുടെ ചെന്നത്തിൽ ഒരു പായിക്കാട്ട് യോണിച്ചാനുണ്ടായിരുന്നു, അറിയാമല്ലോ. പായിക്കാട്ട് യോണിച്ചാൻ ആർക്കും അറിയാമല്ലേ? പായിക്കാട്ട് യോണിച്ചാൻ ചെങ്ങന്നൂര് ചെന്നിത്തല ഭാര്യ മേരുമാമ പാണ്ടനാട്ടുകാരിയാ. യോണിച്ചാനും ഭ്രാന്തായിരുന്നു. ജേക്കബ് സാറിനെയൊക്കെ കാലത്താ ചെന്നിത്തല ജേക്കബ് സാറ്, പിന്നെ ജോക്കബിന്റെ പിതാവ് ബന്ധമാണ്. ദൈവത്തിന് മഹത്വം. അവരൊക്കെ രോഗശാന്തിക്ക് നിൽക്കുന്ന മരുന്നൊന്നും എടുക്കുകയല്ല. സ്തോത്രം. പ്രാർത്ഥിച്ചങ്ങോട്ട് എന്ന് ആമേൻ യോണിച്ചാന്റെ ഭ്രാന്ത് മാറി. അദ്ദേഹം പിന്നെ കർത്താവിന്റെ വേല ചെയ്ത മാന്യ ദൈവദാസനാ. ഒരു സൈക്കിളൊക്കെ ഉണ്ട്, സൈക്കിളുടെ പുറകിന് വെച്ച് എന്നെയും കൊണ്ടുപോകുമായിരുന്നു. ചെന്നിത്തല എരമത്തൂര് കോയിക്കുമൊക്കെ ചോറുമൊക്കെല്ലാം ഞങ്ങൾ പോയി യോഗം നടത്തിയിട്ടുള്ളതാണ്. മാന്യ കർത്തദാസൻ. അതാ പെന്തിക്കോസ് എന്ന്. എത്ര കുടുംബങ്ങളുടെ ഇരുട്ടാ മാറിയത്, എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്, ഏതെല്ലാം ദേശത്തിന്റെ ഇരുട്ടാ മാറിയത്. ഒരു കാലത്ത് ഈ കേരള ഇരുട്ട് തപ്പിത്തേടി നടക്കി. ഇപ്പോഴും ഇരുട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തുവാ ഇരുട്ട്? ഇരുട്ടെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അയിത്തമൊക്കെ അല്ലേ ഇരുട്ടാ, അന്ധകാരമാ. അയിത്തം. മുറ്റത്ത് കയറ്റുകയല്ല, തമ്മിൽ സംസാരിക്കത്തില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയല്ല, കൈ കൊടുക്കുകയല്ല, വീട്ടിൽ കയറ്റുകയല്ല, വെള്ളം കൊടുക്കുകയല്ല, കൊടുത്താൽ തന്നെ കുടിച്ചേച്ച് പാത്രമൊക്കെ കമത്തി വെക്കണം. ഞങ്ങളുടെ അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. വെള്ളം കൊടുത്താൽ പാത്രം കമത്തി വെച്ചേച്ച് മാറ്റി വെച്ചേച്ച് പൊക്കോണം. അവിടെ ഒന്നും തൊടാനൊക്കത്തില്ല. അയിത്തമാണ്. അവരെ കയറി തമ്പുരാട്ടിന്ന് വിളിക്കണം. അവിടുത്തെ ആ തള്ള കയറി തമ്പുരാട്ടിന്ന്. ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചമ്മ വിളിച്ചിട്ട് മിടിക്കുക തമ്പുരാട്ടിന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അല്ല. അതിന് അവര് അടുക്കളയിലായിരിക്കും ഇവര് വെള്ളം കുടിച്ചു. ചെമ്പിയട്ടി എന്നാണ് ഇവര് വിളിക്കുന്നത്. അവർക്ക് തിരിയുന്നത് തമ്പുരാട്ടിന്നാണ്. അപ്പൊ അവരകത്തിരുന്ന് എന്തോ പിന്നെ പറയാം, ചെമ്പിയട്ടി ഞാൻ പോവുക. ആട്ടെ. ഈ തള്ള ചെമ്പിയട്ടി എന്നാ വിളിക്കുന്നത്. അവരകത്തിരുന്ന് നോക്കുന്നത് തമ്പുരാട്ടിന്ന്. അപ്പൊ ഇങ്ങനെ അന്ധകാര നിബിഡമായൊരു കാലമാണ്. മാറുമറയ്ക്കാൻ സ്ത്രീകൾക്കൊക്കത്തില്ല, ആഭരണം ധരിക്കാനൊക്കത്തില്ല, പള്ളിക്കുടുത്തി കയറ്റുകയില്ല, വെള്ളവസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും ഒക്കത്തില്ല. ഇതുപോലെ അതിലെ പ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ച് പറഞ്ഞത് അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള അന്ധകാര കാലം, ഇരുണ്ട കാലഘട്ടത്തിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണെന്നായി പറഞ്ഞത്. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. കാരണം ഈ സുവിശേഷം വെളിച്ചമാ, സാക്ഷാൽ വെളിച്ചമാ, ലോകത്തിന്റെ വെളിച്ചം. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. നമ്മളൊരു പാട്ട് പാടുകല്ലോ, ആമേൻ. വെളിച്ചങ്ങൾ വീശുന്നു
അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിൽ, ആമേൻ, ദൈവത്തിന്റെ ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം ആമേൻ വെളിച്ചങ്ങൾ വീശുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും, ആമേൻ, ദൈവത്തിന്റെ. ഇന്ന് രാത്രി ഈ സാക്ഷാൽ വെളിച്ചം അത് നസറേയനാകുന്ന യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇരുട്ട് മാറ്റും. സുവിശേഷം വന്നാൽ ഇരുട്ട് മാറും. നാട്ടുകാർക്കും വീട്ടുകാർക്കും സമുദായക്കാർക്കും സംഘടനക്കാർക്കും ദേശക്കാർക്കും എല്ലാം പേടി സ്വപ്നമായി സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരുന്ന എത്രയോ മദ്യപന്മാര്, ആമൻ, അതെ, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാൻ സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ, വേറും പോക്കറികളായി നടന്ന എത്ര എണ്ണം സുവിശേഷത്തിന്റെ വെളിച്ചം അകത്തോട്ട് കയറിയപ്പോൾ കുഞ്ഞാടിനെ പോലെ വന്ന് ഈ സത്യത്തിന്റെ സാക്ഷികളായി ആമൻ ഇരുട്ട് മാറി എത്ര കേസുകൾ. ഇവിടെ ഇരിക്കുന്നതും ചിലർ ആവിധത്തിലുള്ളവരാ. യേശു നമുക്ക് വെളിച്ചമായി തന്നു. ഇരുട്ട് മാറ്റുന്ന മാർഗമായി സുവിശേഷം, ദൈവത്തിന് മകത്വം. അപ്പോൾ സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. മാത്രമല്ലാത്ത ആ കണ്ണികക്കകത്തുണ്ട് ഭയം മാറും. അതുകൊണ്ടാ ദൂതൻ പറഞ്ഞ ഭയപ്പെടേണ്ട, പേടിക്കണ്ട. ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. മരണഭയമായിരിക്കാം, രോഗത്തിന്റെ ഭയമായിരിക്കാം, ഏത് വിഷയത്തിലാണെങ്കിലും ഭയത്തോടിരിക്കുന്നവർ ഇതിനകത്ത് കാണും. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവരും ഭയപ്പെട്ടായിരിക്കുന്നേ. അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭയമുള്ളവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി നിരാശപ്പെടും. ചില രോഗം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഒക്കെ ഭയത്തോടിരിക്കുക. ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കാണും ഇതോടെ തീർന്നു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, ഇനിയിപ്പോൾ അധിക നാളൊന്നും ഇല്ല. പണ്ടൊക്കെ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പം ഭക്ഷണമൊന്നും കഴിക്കുകയില്ല, കേൾക്കുമ്പോഴേ പേടിയാ. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, നിന്റെ ഭയം മാറ്റുന്നതാ സുവിശേഷം. അത് മരണഭയമാകട്ടെ, ചിത്തഭ്രമമാകട്ടെ, രോഗത്തിന്റെ ഭയമാകട്ടെ, ഏത് ഭയമാകട്ടെ, അലട്ടുന്ന സകല ഭയത്തെ മാറ്റി നിന്നെ ധൈര്യപ്പെടുത്തുന്ന മാർഗമാണ് സുവിശേഷം. അതിന് സൈക്കാട്രിയുടെ ഒക്കെ ഒന്നും പോണേ, ഈ ചെറുക്കനെ അങ്ങ് പേടിയാ. ഇതിൽ അനങ്ങുമ്പം എടാ ഞാൻ മാർഗം പറഞ്ഞു തരാം, അങ്ങനെയുള്ള കേസ് പെന്തിക്കോസിൽ കൊണ്ടുവരണം. എല്ലാ പെന്തിക്കോസിലും കൊണ്ടുപോകരുത്, മെനക്കേടൊക്കെ ഉണ്ട്, അവിടെ ഒന്നും കൊണ്ടുപോകരുത്. പ്രാർത്ഥിക്കുന്ന, അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, ആരാധിക്കുന്ന, ആമൻ, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ദൈവകൃപയുള്ള ദൈവകുഞ്ഞുങ്ങളും ദൈവദാസന്മാരുമുണ്ട്. അവരുടെ അടുക്കലോട്ട് കൊണ്ട് മുട്ടയിലിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് സകല കെട്ടും ദൈവം പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു വേറെ മാർഗമൊന്നും വേണ്ട, സുവിശേഷമാണ് അതിന് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഈ സുവിശേഷം ഭയം മാറ്റുന്നതാണ്, ദൈവത്തിന് മാത്രമല്ല അവിടെ ഉണ്ട് സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാ സന്തോഷമായത്. സുവിശേഷം സന്തോഷം തരുന്നതാ. ഒരു കാലത്ത് നിരാശയുടെ പടുകുടിയിൽ കിടന്നവരാ ഞാനും നിങ്ങളും. സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഗതിയില്ല, ഗത്യന്തരമില്ല. സങ്കീർത്തനക്കാരൻ്റെയൊക്കെ ഭാഷ പറഞ്ഞ പാപത്തിന്റെ ദാസന്മാരായി, പാതാളത്തിന്റെ ആടുകളായി മൃത്യുവൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിതെറ്റി നടന്നവരാ. ദൈവത്തിന് മഹത്വം. ഇതിനോട് യാതൊരു അടുക്കുവാൻ പോലും യോഗ്യതയില്ലാത്തവരാ. ജീവിതം ഒടുക്ക അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചവരാ പലരും. എന്നാൽ ആമ സാക്ഷാൽ വെളിച്ചമാകുന്ന സുവിശേഷം നമ്മുടെ അകത്തേക്ക് വന്നപ്പോൾ ആമ ഭീതി മാറി, ചിത്തപ്പർവം മാറി, നിരാശ മാറി. ഇപ്പൊ നമുക്ക് ആനന്ദമാ, സന്തോഷമാണ്. സന്തോഷം എങ്ങനെയാണെന്ന് സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രയോഗം പറഞ്ഞത്, ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മ മുന്തിരി ചിലപ്പം ഫലം കാണുകയില്ല, അത്തിയൊന്നും തളർത്തെന്നോ പൂത്തെന്നോ വരികയില്ല, ഗോശാലികളിൽ ചിലപ്പം കന്നുകാലി ഉണ്ടായെന്നും വരികയില്ല, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ആ സന്തോഷമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസ് പറഞ്ഞ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും നിങ്ങളോട് പറയുകയാ. ആമ സുവിശേഷം കേട്ടാൽ സന്തോഷമുണ്ടാകും. സ്തോത്രം. അതിന് സിനിമ ഒന്നും കാണണ്ട, ലഹരി പദാർത്ഥം ഉപയോഗിക്കേണ്ട, മദ്യവും കഴിക്കേണ്ട, മറ്റ് യാതൊരു മാർഗത്തിൻ്റെയും പുറകെ പോകണ്ട. ആമൻ സുവിശേഷത്തെ വിശ്വസിച്ചാൽ മതി, നിനക്ക് സന്തോഷം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം ആമൻ ഇരുട്ട് മാറ്റും, ഭയം മാറ്റും, നമുക്ക് സന്തോഷം തരും. മാത്രമല്ല അത് പറഞ്ഞങ്ങ് വിടാം. ആ കണ്ണികക്കകത്ത് സുവിശേഷം കേട്ട സുവിശേഷത്തിന്റെ വിശേഷത, നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. അങ്ങനെ പദമുണ്ട്, രക്ഷിതാവ് എന്നൊരു പദമുണ്ട്. ആ പദം ഒന്ന് വായിച്ചേ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവായ ക്രിസ്തു എന്ന ഒരു രക്ഷിതാവ്. എന്റെ പ്രിയരെ, ആമൻ നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു. എല്ലാവരാലും നമ്മൾ വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, ഒറ്റപ്പെട്ടവരാ. ആമൻ ആർക്കും നമ്മളോട് താല്പര്യമില്ല. എന്നാൽ ആമൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തപ്പോൾ നമുക്കിപ്പോ മനസ്സിലായി, നമുക്കൊരു രക്ഷിതാവുണ്ട്. അത് നസറയനാകുന്ന യേശു.
Praise the Lord. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷതയാ, ഇരുട്ട് മാറ്റും, ഭയം മാറ്റും, സന്തോഷം ലഭിക്കും, നമുക്കൊരു രക്ഷകനെയും കിട്ടും. ഇത് പോരായോ? ഒരു പാട്ടിലുണ്ട്, ഇത് പോരായേ. രക്ഷകനെ കിട്ടിയില്ലേ? സന്തോഷം ഉണ്ടായില്ലേ? ഇരുട്ട് മാറിയില്ലേ? ദൈവത്തിന്റെ മകത്വം മാത്രം മതി. ദൈവത്തിന്റെ മകത്വം, സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണം, ഇരുട്ട് മാറും, ഭയം മാറും. അങ്ങനെ അപ്പൊ ഇരുട്ട് മാറും, ഭയം മാറും, സന്തോഷം ലഭിക്കും, ഒരു രക്ഷകനെയും കിട്ടി. ഒരായെന്ന് വേണ്ട. ഈ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ എന്തൊക്കെ നടക്കും? ശരിയായിട്ട് സുവിശേഷം പറഞ്ഞാൽ ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മർക്കോസ് 1:14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ തെളിവിന് തരുന്നുണ്ടല്ലോ, മാനസാന്തരം ഉണ്ടാകും. ഒന്ന് വായിച്ചേര്. ഒക്കെ എന്നിട്ട് അടുത്ത ഭാഗത്തോട്ട് വരണം. ഇത് ഒരു മുഖവര് പറയുക. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരമില്ലാതെ സുവിശേഷം കേട്ടിട്ട് കാര്യമില്ല. എല്ലാ കൊല്ലവും വന്നെങ്കിൽ കേൾക്കുക, എല്ലാ യോഗത്തിനും കേൾക്കുക. ചെല്ലുപടത്തിലെ പോയോ? ചെറുകോൽപ്പുഴയിലും വനാട്ടും പള്ളിക്കാവ് മണർകാട്ടും പോയി, പുതുപ്പള്ളിയിലും പോയി, അങ്ങോട്ട് മഞ്ഞനിക്കരയിലും എന്നില്ല പോയി. ഇനി ഞങ്ങൾ ഇസ്രായേലിലൊന്ന് പോകാൻ. ഞങ്ങൾ എല്ലാവരുടെയും കേൾക്കും. അല്ല, നല്ലതാ, അതൊക്കെ നല്ലതായിട്ടിരിക്കട്ടെ. പക്ഷേ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവാ ഈ മാനസാന്തരം? ഒറ്റവാക്കി പറഞ്ഞാൽ തിരിഞ്ഞു വരണം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ വഷളത്വം വിടുന്നതാ മാനസാന്തരം. ഈ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലങ്ങ് വിടണം. അതാ മാനസാന്തരം.
അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. അധികം വിവരിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു വരാം. ദൈവത്തെ അറിയാതെ, ദൈവവഴിയിൽ നടക്കാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും പാപകൃതികൾക്കും മറ്റ് അനേക കാര്യങ്ങളിൽ താല്പര്യപ്പെട്ട് നടന്നതാ. എന്നാൽ സുവിശേഷത്തിന് സത്യം അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഒരു തിരിഞ്ഞു വരവുണ്ടാകും. അതാ മാനസാന്തരം. ഇത് കേട്ടിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ ശരിക്ക് കേട്ടിട്ടില്ല, കേട്ടത് അംഗീകരിച്ചിട്ടില്ല, കേൾക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും പോയതും ഒന്നും ഇനി നടക്കുകയല്ല. സ്തോത്രം. 2 എടുത്ത് വായിപ്പിക്കുന്നില്ല. 2 ശരിക്കും സുവിശേഷം കേട്ടാൽ ജ്ഞാനം നടക്കും. ഇവിടെ ഈ പള്ളി പോയിച്ച മന്ത്രി ഇങ്ങോട്ട് വരിക, ധനകാര്യമന്ത്രി. പുള്ളി തേരെ വരിക. തേരെ വന്നപ്പോൾ മൊബൈലിൽ കളിക്കുകയല്ല, പുള്ളി തിരുവെടുത്ത് നോക്കുക. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചിലപ്പോൾ സ്റ്റേജിലിരിക്കുമ്പോഴും ഒത്തിരി ആൾക്കാരുണ്ട് ആണെന്ന്. പുള്ളി തിരുവെടുത്താണ് നോക്കുന്നത്. തിരുവെടുത്ത്. അപ്പൊ തിരുവെടുത്ത് വായിച്ചോണ്ടിരിക്കുക. പീലിപ്പോച്ചനോട് പറഞ്ഞു അങ്ങോട്ടൊന്ന് എല്ലാം പറഞ്ഞു. പുള്ളി ശമരിയിൽ ഭയങ്കര ദീപരി ശുശ്രൂഷയാണ്. ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോയി. തേര് വരുന്നു. ചേർന്നു കയറിയപ്പോ പുള്ളി തിരുവെടുത്ത് എന്തുവാന്ന് ചോദിച്ചു. ഇത് തോൽച്ചുള്ള എന്തുവാ തിരുവെടുത്ത്? ഏത് ഭാഗമാണ്? 53 യശയാവോ? ഏത് ഭാഗമാണ് മറക്കാനുള്ള ചോദിച്ചു. ഗ്രഹിക്കുന്നുണ്ടോ? പുള്ളി പറഞ്ഞിങ്ങനെ വായിക്കുന്നല്ലാതെ വർഷങ്ങളായിട്ട് വായിക്കുക. നീ തലമുറയായി ഞങ്ങളുടെ ഇങ്ങനെ വായിക്കുക. നമ്മുടെ ഇടയിലും ചില ആൾക്കാർ വായിക്കും. മരണ വീട്ടിലും വിവാഹ ശുശ്രൂഷയിലൊക്കെ വായിക്കും. മിക്കവരും തെറ്റിക്കുക. വായിക്കുന്നുണ്ട്, എന്നാലും തെറ്റിക്കും. എല്ലാവരും പറഞ്ഞിട്ടുള്ളതാ, സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ പറയുക. കേട്ടിട്ടുള്ളത് എല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ. എന്നാലും നിന്റെ വലത്ത് ഭാഗത്ത് തങ്കമണി ഓഫീസിൽ കേട്ടിട്ടുള്ളത്, ഓഫീർ തങ്കം, അതിനാ തങ്കമണി വായിക്കുക. വേറൊരാൾ മരണ വീട്ടിൽ വായിച്ചു, ഞാൻ എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തായിരുന്നെന്ന്. അപ്പം ഞങ്ങളുടെ ഒരു മാസ്റ്റർ പറഞ്ഞു, നീ ഇരുന്നോ, തബലയും കാണും, പിന്നെ നീ അങ്ങിരിക്കാൻ പറഞ്ഞു. വായിക്കുക, വായിച്ചു വിടുക. ഇതേനാന്നൊന്നും അറിയാൻ വേണ്ടി. അപ്പൊ ഈ ഷണ്ണനോട് പീലിപ്പോച്ചൻ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? പുള്ളി ഉടനെ പറഞ്ഞു, അയ്യോ ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ. ഉടനെ കിട്ടിയ അവസരമല്ലേ, പൊരുൾ തിരിച്ചു കൊടുത്തു. ആ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞെന്നാ ദൈവദാസനെ 35 വായിച്ച് 35-ാം വാക്യം. പീലിപ്പോസ് ഈ തിരുവെടുത്ത് പീലിപ്പോച്ചനെ ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. വായിച്ചു. അവർ ഇങ്ങനെ വഴി പോകയിൽ, ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടാ പോകുന്നത്. അല്ലാതെ സഭയുടെ പ്രശ്നവും മാറ്റമുണ്ടോ, ചുണയുണ്ടോ എന്നെ മാറ്റാവോ, അതൊന്നുമല്ല തേരിനകത്തിരുന്ന് പറഞ്ഞേ. വിൽസൺ ജോസഫ് പോയിട്ട് അതിൽ വലിയ പുള്ളി വന്നാൽ എന്നെ ഈ സഭയെന്ന് ഈ സെന്ററിന്റെ കാര്യമല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ അലോഗ്യം ഉണ്ടാക്കരുത്. അടുത്ത പ്രാവശ്യം അവനെ ഞാൻ കയറ്റുകയല്ല. ഇരുന്ന് ഇനി അവന്റെ ആയുസ്സിൽ ഇരിക്കുമെന്ന് ഇതൊന്നും അല്ല പറഞ്ഞേ. നിങ്ങൾക്കൊന്നും അറിയാം. എല്ലാം പരിശുദ്ധന്മാർ കുറെ എണ്ണം പുഞ്ചച്ചേടത്തിന് സന്ധ്യയ്ക്ക് കൂടിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും അറിയാൻ മേലാത്ത സാധുക്കൾ. അയ്യോ പീലിപ്പോച്ചൻ ചോദിച്ചു, ഇതെന്തുവാ വായിക്കുന്നത്? ഗ്രഹിക്കുന്നില്ല. ഗ്രഹിപ്പിച്ചു. ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. സുവിശേഷം യേശുക്രിസ്തുവാ. ശരിക്കും അങ്ങോട്ട് പറഞ്ഞു. സമയമുണ്ടല്ലോ തേരയിൽ നിന്ന് പറയാൻ, ചാടി പോകത്തുമില്ല. ചില കേസൊക്കെ അങ്ങനെ ദൈവം കൊണ്ട് തരുന്നേ, വെട്ടിനകത്ത് വന്ന് വീഴും. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ അടുത്ത വാക്യം,
ഇങ്ങനെ വഴി പോകയിൽ വെള്ളം, അങ്ങനെ സുവിശേഷം പറഞ്ഞ് വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം. ഷണ്ണൻ പീലിപ്പോച്ചനോട് ഉപദേശി വെള്ളം വേണ്ടെന്ന് പറഞ്ഞു. വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ല, സ്നാനപ്പെടണം. ആത്മാവിന്റെ ദാഹമാ. ആത്മാവെ ഉള്ളമതിൽ ഞരങ്ങുന്നുവോ, ആത്മാവെ ഉള്ളമതിൽ ഞരങ്ങുന്നുവോ, അവൻ നിന്റെ രക്ഷയുമേ, നിന്റെ മുഖപ്രകാശവുമേ, ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, ആശ്രയം നീ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, നീ തോട്ടിനായി ദാഹിച്ചു കാക്ഷിക്കും പോലവേ എന്നാത്മാവിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വെള്ളം കൂടി ദാഹം ഉണ്ടായിട്ടല്ല, ആത്മാവിന്റെ ദാഹമാണ്. ശരിക്കും സുവിശേഷം പീലിപ്പോച്ചൻ പറഞ്ഞു, യേശുവിനെ പറ്റി പറഞ്ഞു. സുവിശേഷം ശരിക്കും പറഞ്ഞപ്പോൾ സ്നാനം പറഞ്ഞു. എടാ, സ്നാനം പറയാത്ത സുവിശേഷം അല്ല. രക്ഷ മാത്രം പറഞ്ഞാൽ പോലും രക്ഷ പറയണം. ആ രക്ഷയുടെ ദൂത് പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ സ്നാനവും പറയണം. അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്. യേശു മാതൃകം കാണിച്ചു, അതാ സ്നാനം. അത് പറയണം. സുവിശേഷം പറഞ്ഞതേ അവിടെ എഴുതിയിട്ടുള്ളൂ, പക്ഷെ അതിനകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ട് ഷണ്ണൻ പറഞ്ഞത്, ഉപദേശി വെള്ളം ഇവിടെ കാണും, ഇനി ചിലപ്പോൾ അങ്ങോട്ട് പോയാലും കാണും. എങ്ങനെ എനിക്ക് സ്നാനപ്പെടണം. ഉടനെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നു? അയ്യോ, വിശ്വസിക്കുന്നവരെയാ മുക്കേണ്ടത്, അല്ലാതെ കൊച്ചിനെ കൈ എടുത്തേച്ച് വല്യപ്പനല്ല കയറിപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചു കിടന്ന് കഴിയാ പാല് കിട്ടാൻ തന്ത കയറി പറയാ ഞാൻ വിശ്വസിക്കുന്നത്. ചുമ്മാ പാട്ട് കേസനെയല്ല. നീ വിശ്വസിക്കുന്നു, അല്ല നിന്റെ വല്യപ്പൻ വിശ്വസിക്കുന്നോന്നല്ല. നീ വിശ്വസിക്കുന്നോ? അല്ല നിന്റെ തലതോട്ടൊപ്പം അതൊന്നും അല്ല ചോദിച്ചത്. നീ വിശ്വസിക്കുന്നോ? ആര്? സുവിശേഷം കേട്ട നീ. ആര്? യേശുവിനെ പറ്റി കേട്ട നീ. ആര്? വചനം കേട്ട നീ. ആര്? വചനത്തെ വിശ്വസിക്കുന്ന നീ. നീ ആ വിശ്വസിക്കേണ്ടത്. നീ വിശ്വസിക്കുന്നോ? ഷണ്ണൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലേ ആകാം. പീലിപ്പോച്ചൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ജോഡി ഡ്രസ് എടുക്കാൻ മറന്നുപോയി, വെയിറ്റ് ചെയ്യും ഞാൻ ഒരു ജോഡി. അന്നേരം മുക്കിയെന്നുള്ളതാ. അത്രയ്ക്ക് പ്രാധാന്യമായതിന്. നമ്മൾ പറയുന്ന മുങ്ങാം, ഗൾഫിൽ നിന്ന് 2 പേരൂടെ വരുന്നുണ്ട്, അവർക്കും ഇത് കാണണമെന്ന്. പിന്നെ എൻ്റെ ഭാര്യയുടെ അനിയത്തിയും ഫാമിലിയും വരുന്നുണ്ട്, അവര് മാർച്ചിൽ വരുമെന്നാ. പിന്നെ മോൻ പറഞ്ഞു ഞാൻ വരാതെ ഒരു കാരണവശാലും. അങ്ങനെയൊക്കെ മുക്കിയാൽ അതോടെ മുങ്ങി. പിന്നെ അവൻ വേറെ വല്ലയിടത്തുമൊക്കെ ആയിരിക്കും പുകച്ചു പൊങ്ങുന്നത്. അങ്ങനെയൊക്കെ എത്ര കേസുകൾ. ഇത് കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ബന്ധുക്കാരെയും വെയിറ്റ് ചെയ്യേണ്ട സമയമല്ല. ഷണ്ണൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വൈഫിനോടൊന്ന് പറയണം, പിള്ളേരോട് ഉണ്ടെങ്കിലേ അവരോട് പറയണം. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരോടല്ല ഒന്ന് ആലോചിക്കും. ഞങ്ങൾ വലിയ ഫാമിലിയാ, കളീക്കൽ ഫാമിലിയാ, ശങ്കരപുരിയാ. ഒരാൾ പറഞ്ഞു ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാ. അപ്പൊ പുള്ളി പറഞ്ഞു കമ്മിറ്റി കൂടിയപ്പോൾ ആലോക്യം ഉണ്ടാക്കിയപ്പോൾ സംസാരം കേട്ടപ്പോൾ മനസ്സിലായെന്ന്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ തോമസ് കുട്ടിച്ചാൻ പിടികിട്ടി. പുള്ളി പറഞ്ഞു ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന്. അത് കേട്ടായിരുന്നെന്ന് പറഞ്ഞു, കൊടുങ്ങല്ലൂരിൽ നിന്നാന്ന്. ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് കുടുംബക്കാരോട് ചോദിക്കേണ്ടതല്ല. ഇത് ഭാര്യയോടും ഭർത്താവിനോടും അനുവാദം ചോദിക്കേണ്ട മാർഗമല്ല. ഏതാ? സ്നാനം.
പിള്ളേർ വിദേശത്ത് അവരോടും കൂടെ ഒന്ന് എം പി വർഗീസ് അപ്പച്ചനാന്ന് തോന്നുന്നു വെള്ളക്കാലിൽ ഒരു അപ്പച്ചനെ മുക്കിയപ്പം പുള്ളി മുങ്ങിയേച്ച് വന്നേച്ചു സൂക്കാടെല്ലാം തീർന്നു, ഞാൻ പോവാന്ന് പറഞ്ഞു. ഇത് സൂക്കാട് തീർക്കാനുള്ളതല്ല. തിരുമൂലവരം ജോർജ് കുട്ടി തോണ്ടരക്കടവിൽ അടുത്ത് തന്നെ മുക്കിയപ്പോൾ ഉണ്ടായിട്ട് അക്കരയ്ക്ക് പോയി. അക്കരെ കയറിയപ്പോഴെങ്കിലും പോകുകയെന്ന് പറഞ്ഞു. മിണ്ടിയില്ല. അവൻ പോയി. എനിക്ക് അന്ന് കേട്ടത് കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ്റെ വീട്ടിൽ കയറിയിരുന്ന ഇച്ചിരി ഇളക്കം ഉണ്ടായിരുന്നു. കല്യാണം നടത്താൻ വേണ്ടി മുക്കിയതാ. വെള്ളം ചെവിക്കാത്തെല്ലാം വെള്ളം കയറിയപ്പോൾ അവനിളകി. ഇത് ഇളക്കമുള്ളവന് മുക്കാനുള്ളതല്ല, ഇത് കുടുംബക്കാരോട് ചോദിക്കേണ്ടതല്ല, ഇത് അവൻ കുടുംബമായിട്ട് ആലോചിക്കേണ്ട വിഷയവുമല്ല, ഇത് ഭർത്താവിനോടും ഭാര്യയോടും ഇത് ദൈവത്തിന്റെ നീതിയാ, ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ഇത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ, ഇത് ദൈവത്തിന്റെ ആലോചനയാ. നീ ദൈവത്തെ ഭയപ്പെട. ജഡരക്തങ്ങളോടൊന്നും ഇത് ചോദിക്കേണ്ട കാര്യമില്ല. നീ വിശ്വസിച്ചാൽ അന്നേരം മുങ്ങുക എന്നുള്ളതാ പുസ്തകത്തിലെ പ്രമാണം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവി കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, നിമജ്ജനം കഴിവാൻ വന്ന ചരിത്രം ഓർത്തിടുമേ, നിമജ്ജനം കഴിവാൻ വന്ന ചരിത്രം ഓർത്തിടുമേ. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമാണ്, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമാണ്. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്കോ തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, ഒളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ആകയവൻ, ഒളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ആകയവൻ. ഇന്ന് രാത്രി സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ. ആരുടെ മൂപ്പ് ചോദിക്കണ്ട. വിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ സ്നാനം അതിനകത്തുണ്ട്. സ്നാനം ശരിയാന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിപ്പം മുങ്ങണം. അന്നേരം മൂക്കി. പുള്ളി നേരേലും പോയി പുള്ളിയെ ആത്മാവിൽ ദൈവം അസ്തോതിലും കൊണ്ടുവന്നു. അതാ ശുശ്രൂഷ. ഇത് ചില പാസ്റ്റർമാരോട് പറഞ്ഞാൽ പാസ്റ്റർമാരും പറയും അടുത്ത മാസം നമ്മൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കമ്മിറ്റി കൂടട്ടെ. കമ്മിറ്റി പറയുന്നില്ല, ഇനിയും നാളെ യോഗങ്ങളുണ്ട്, അലോഗ്യം ഉണ്ടാകും. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇത് ഒരുത്തൻ്റെ മൂപ്പ് ചോദിക്കണ്ട. പൗലോസ് പറഞ്ഞൊരു പദമെടുക്കുക, ജഡരക്തങ്ങളോടൊന്നും ചോദിക്കണ്ട, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2 സ്നാനം നടക്കും. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ലല്ലോ. 3 പദം വരുമ്പോൾ ചിലപ്പോൾ ഉടക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് വലിയ തിയോളജി ഒന്നും അറിയാൻ മേല. തുടക്കത്തിലേ പറഞ്ഞല്ലോ വിവരമില്ലെന്ന്. അപ്പം അതുകൊണ്ട് വിവരദോഷി ആയതുകൊണ്ട് വലിയ കൊമ്പ് കോർക്കുകയല്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും.
പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് പോകണം. പുള്ളി പോവുകയല്ലെന്ന് ദൈവത്തിന് അറിയാം. അതിനൊരു ദർശനം കാണിച്ചു, തുപ്പട്ടി. നാളൊരാൾ വെച്ച് തേപ്പേട്ടി കാണിച്ചെന്ന്, പത്രോസിനെ തേപ്പേട്ടി. അപ്പം വേറെ ആൾ പറഞ്ഞ ആ തേച്ചൊക്കെ പോകുന്നത് നല്ലതാ, വീറും വൃത്തിയായിട്ട്. അപ്പൊ തുപ്പട്ടി കാണിച്ചേ സകല വയ്യാവേലി ഇതിനകത്തുണ്ട്. മൃഗങ്ങളെ, ഇടജാതിയും മൃഗജാതിയും സകല ജാതി ഇതിനകത്തുണ്ട്. ഇത് ചിലർ വായിച്ചും പഠിച്ചു വെച്ച് പറയാ എല്ലാം നമുക്ക് തിന്നാന്നാ പറയാന്ന്. കാരണം പത്രോസിനെ തിന്നാനാണോ ഇത് കാണിച്ച്? ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എണ്ണരുത്. അതിനൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തത്. അതിനുള്ള പന്നിയേം തിന്ന് പെരുമ്പാമ്പിനെയും തിന്ന്. എന്നാളൊരുത്തം പറഞ്ഞു ഞാൻ പെരുമ്പാമ്പിനെ അടിക്കും, പിന്നെ ടേസ്റ്റാന്ന്. അവനും വന്ന് യോഗത്തിന് പാമ്പിരിക്കും പോലെ ഉള്ള പന്നിയെ തിന്ന് യോഗത്തിന് വന്ന് നേരെ ഇരിക്കല്ലോ, പന്നി ഇരിക്കും പോലും ആന്ന് അടിച്ച് തിന്നേച്ച്. ഉള്ള ഏട്ടക്കൂരി അടിച്ച് 2 കമ്മിറ്റി കൂടുമ്പോഴെല്ലാം കൊമ്പല്ലേ ഏട്ടക്കൂരി അടിച്ച് പെരുത്തേച്ച് മൂരിക്കാളയെല്ലാം അടിച്ച്. ഈ രക്തം ഒന്നും കളയുന്നില്ലെന്ന്. ആ യോഗത്തിനും വലിയ യോഗത്തിനൊക്കെ ആരാ ഇത് വേണമെങ്കിൽ ഇരട്ടി കഴുകുന്നത്? എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ചില കാര്യങ്ങൾ ചിലതറിയാവുന്നുണ്ട്. ഒരു 10-18 ആവർത്തിയെങ്കിലും കഴുകിയെങ്കിലും ഇതിൻ്റെ രക്തം ഇല്ല തങ്കമ്മേ. പിന്നെ തങ്കമ്മ നമ്മുടെ ആളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു സീനിയർ പാസ്റ്ററുടെ സഹധർമ്മിണിയാണ്. ചാൻ കടന്നുപോയി, ദീർഘവർഷം കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരുന്നു. അപ്പം നന്നായിട്ട് അത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും ഈ സഹോദരിക്ക് ഉണ്ടെ നോക്കുന്നു. തങ്കമ്മയുടെ കാര്യം മാത്രം പറഞ്ഞു, സഹോദരിയുടെ കാര്യവും പറയാം. ഇച്ചിരി കഴിയട്ടെ. കുശുമ്പ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ഒരു 10-12 ആവർത്തിയെങ്കിലും കുറഞ്ഞത് ഞെരടി കഴിയുമെങ്കിൽ ഇതിന്റെ രക്തം രക്തം കളയണം. കാരണം രക്തത്തോടു കൂടി മാംസം തിന്നരുത്, ജീവൻ രക്തത്തിലാണ്. ഇത് ഈ മാസയോഗത്തിന് മറ്റു യോഗത്തിനൊക്കെ ആർക്കാ നേരം? 15-18 ആവശ്യം ഞെരടി കഴുകാൻ. ടാപ്പ് തുറന്നു വെച്ച് 3-4 പ്രാവശ്യം വാന്ന് വെച്ച് വെച്ചാൽ നമുക്ക്. പിന്നെ അതെല്ലാം വലിയ ഉരുളിയിലോ വാർപ്പിലോട്ട് ചുക്കി. ഇതിന്റെ രക്തമല്ല ഇതിനകത്ത്. ഈ രക്തം ജീവൻ രക്തത്തിലല്ലയോ? മൂരിയുടെ ജീവൻ, മൂരിയുടെ ഊര് ഇതിനകത്തുണ്ടെന്ന്. നമ്മളിത് തിന്ന് അവസാനം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മൂരി നിൽക്കും പോലെ നിൽക്കുകയല്ലയോ? അതെ, അത് തമാശ പറഞ്ഞതല്ല, നിങ്ങൾ ചിരിച്ചു കളയാനും പറഞ്ഞതല്ല. ആണെന്ന് അത് നമ്മുടെ വിഷയത്തിൽ വരാം. ഈ തുപ്പട്ടി കാണിച്ചു കൊടുത്തത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നെണ്ണരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാ കൊർന്നല്യോസിന്റെ വീട്ടിൽ നാള് വന്നു. പീറ്ററെ കൊണ്ടുപോയി ചെന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ വന്നത് ഉപകാരമായി, ഞങ്ങളെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. പറഞ്ഞാട്ടെ. അവിടെ ഒരു വാക്യമുണ്ട്, പത്രോസ് വാ തുറന്നു. പത്രോസ് നമ്മൾ എന്ത് ചെയ്യല? വാ തുറക്കുകയല്ല. നമ്മൾ ആകെ കൂടെ തുറക്കുന്ന ഒടുവിൽ തുറക്കാൻ ഹല്ലേലൂയ 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 3 എണ്ണം ആകെ കൂടെ തുറക്കാനിരിക്കുക. പിന്നെ തുറക്കുന്ന ഇതിനേ ഉള്ളൂ. നല്ല യോഗം നടത്തിയാലും ഒരു കുഞ്ഞുങ്ങൾ ചിലർ കണ്ടിട്ടില്ലേ വാ തുറക്കുകയല്ലോ. പിന്നെ എല്ലാവരും ആരാധിക്കുമ്പോൾ ഇങ്ങനെ ജൗളിക്കടയിലെ പണ്ട് ചീമാട്ടി ബൊമ്മ ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് അനക്കമൊന്നുമില്ല. ജൗളിക്കടയിലെ ബൊമ്മ പിന്നെ ചെല്ലിങ്ങനെ കൈപൊക്കും ചത്തിട്ടില്ലെന്ന് അറിയിക്കാനാ. വാ തുറക്കുകയല്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ വാ തുറക്കുന്ന കേൾക്കണം. എന്തെല്ലാം വായിന്ന് വരുന്നത്? ദൈവസന്നിധി വരുമ്പോ ഊമം തെറ്റിയിരിക്കുക. പത്രോസ് വാ തുറന്നിട്ട് ആവശ്യമില്ലാത്തതല്ല പറഞ്ഞു. വാ തുറന്ന് ദൈവത്തിന് മുഖപക്ഷമില്ല. കണ്ടോ? തുടക്കമാ. എന്തിനേറെ വിവരിക്കുന്നില്ല. കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് വചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ 44 അടുത്തത് 44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ച ഈ പരിശുദ്ധാത്മാവ് വന്നപ്പം മിണ്ടാതെ മൃഗലിക്കാരെ ഇരുന്നല്ല. ഇത് ചൊല്ലി പറയുന്ന പരിശുദ്ധാത്മാവ് അടച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇതാരുടെ കുത്തകയല്ല, കുഞ്ചച്ചാരത്തെ കുത്തകയല്ല, കാവാലത്തെ കുത്തകയല്ല, അവൻ നമ്മുടെ വീട്ടുപേര് വിളവിനാലെ കുത്തകയില്ല. ഇത് ദൈവത്തിന്റെ ദാനമാ. ഇതൊരു കുടുംബക്കാരുടെ അല്ല, ഒരു പാസ്റ്റർമാരുടെ അല്ല, IPCയുടെ അല്ല, അച്ചോക്കോടിന്റെ അല്ല, അസംബ്ലീസ് കൊണ്ടല്ല, ബ്രദറുകാരുടെ അല്ല, പെന്തിക്കോസിന്റെ അല്ല. ഇത് ദൈവത്തിന്റെ ദാനമാ.
Praise the Lord. ആ വചനം അങ്ങോട്ട് കേട്ടവർ എല്ലാവരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോ അനങ്ങാതിരുന്നല്ല, മിണ്ടാതിരുന്നല്ല. വായിച്ചോ ദൈവദാസനെ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലെ കൊണ്ട് പറഞ്ഞപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വിവരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയം വരാം. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ കേട്ടാൽ 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാഭിഷേകം. ഇത് നടക്കാത്തതും പറയാത്തതൊന്നും സുവിശേഷമല്ല. യോഗം നടത്തിയെന്നേ ഉള്ളൂ. എല്ലാരും നടത്തുന്നു, നമ്മളും. ഏതോ ഒരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു നാടകഗാനമാണോ സിനിമാ പാട്ടാണോ, കേട്ടിട്ടുണ്ട്. വരി ഇപ്പൊ നിങ്ങൾ പറയും, ഓ ഇപ്പം ക്രിസ്തീയ പാട്ടെല്ലാം നിർത്തിയേച്ച് ആ പാട്ടിന്റെ വരിയെല്ലാം മറന്നു. എല്ലാരും പാടത്ത് വിത്ത് വിതച്ചു. പിന്നെ ഓ നിങ്ങൾ ആത്മീയരായതുകൊണ്ടാവും അറിയാം. ഏനെന്റെ പാടത്ത് ആട്ടെ 1, 2 പേരെങ്കിലും അറിയാമല്ലോ. നിങ്ങളെല്ലാം സിയോൻ ഗീതാവലി മാത്രമേ പാടുകയുള്ളൂ. ആയിക്കോട്ടെ, ആയുസ് മുഴുവൻ അങ്ങനെ പാടട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാവരും നടത്തുന്നത് പോലല്ല. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ മാനസാന്തരം നടക്കണം, സ്നാനം നടക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കണം. മാത്രമാണോ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ വേർപാട് പാലിക്കും. വാക്യങ്ങളെ പേടിപ്പിക്കാൻ നേരമില്ല, അതിന് മുതിരുന്നുമില്ല. ആ സുവിശേഷമായി ഇവിടെ മുടങ്ങുന്നത്, അതാ എല്ലായിടത്തും മുടങ്ങേണ്ടത്, അതെല്ലാവരും കേൾക്കേണ്ടതാ. ആ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും ദൈവത്തിന്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തുകയാ. യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചയാളാ. യോഹന്നാനും അങ്ങനെ തോന്നി, യേശു എന്നെ കൂടുതൽ, അതാണല്ലോ തന്റെ എഴുത്തിലൊക്കെ യേശു സ്നേഹിച്ച ശിഷ്യൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. മറ്റു 3 സുവിശേഷകന്മാരും യോഹന്നാന്റെ പേര്, മത്തായിയും മർക്കോസും ലൂക്കോസും ഏതാണ്ട് 20 പ്രാവശ്യം യോഹന്നാന്റെ പേര് ആ 3 ഭാഗത്തും പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞതല്ല ഇങ്ങനെ, ഈ ശിഷ്യൻ, കണ്ടു നിന്ന ശിഷ്യൻ, ഇതിന് സാക്ഷിയായവൻ, യേശു സ്നേഹിച്ച എന്ന് പറഞ്ഞാൽ തന്റെ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല. നമ്മളന്ന് ഓരോ നാളിലും നമ്മുടെ പേര് വെക്കുകയും ചെയ്യും, വെച്ചില്ലെങ്കിൽ അടിച്ച നോട്ടീസ് കീറുകയും ചെയ്യും. അതും വലുതായിട്ട് വെച്ചില്ലേ, എന്നെ പ്രതിയാക്കിയായി പറയുന്നത്. പക്ഷെ യോഹന്നാൻ ഒരൊറ്റ താളിൽ പോലും പുള്ളിയുടെ പേര് എഴുതിയിട്ടില്ല. ലത്തീഫിയൻകാരുടെ ഉപദേശം പോലെ മറഞ്ഞിരിക്കുക. ആട്ടെ, പുള്ളിക്ക് അങ്ങ് തോന്നി യേശു ഏറ്റവും കൂടുതൽ എന്നെയാ സ്നേഹിച്ചെന്ന്. യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പൊ നമുക്ക് ചോദിക്കും, മറ്റുള്ള അപ്പോസ്തലന്മാരെ യേശു സ്നേഹിച്ചില്ലയോ എന്നൊരു ചിന്ത വരും. അല്ലല്ല, അവരെ സ്നേഹിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം. യോഹന്നാന് തോന്നുക എന്നെയാ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തോന്നണം. ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരെക്കാളും എന്റെ യേശു എന്നെയാ സ്നേഹിച്ചത്. ഈ പന്തലിരിക്കുന്ന എല്ലാവരെക്കാളും എന്റെ യേശു എന്നെയാ സ്നേഹിച്ചത്. ഈ ദേശത്തുള്ള എല്ലാവരെക്കാളും ഉപരി എന്റെ യേശു എന്നെയാ സ്നേഹിച്ചത്. എല്ലാവർക്കും ഈ ചിന്ത ഉണ്ടാകണം. ഒരു കണ്ണിന് പോലും നമ്മളോട് ദയയില്ലായിരുന്നല്ലോ, അവിടുന്ന് നമ്മളെ സ്നേഹിച്ചല്ലോ. ഈ സ്നേഹത്തിന് പ്രവൃത്തിയും രീതികളും ഒക്കെ ഉണ്ട്. സ്നേഹിച്ചതിനൊരു തെളിവ്, അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ എല്ലാവരും മാറി. യോഹന്നാൻ ക്രൂശിന്റെ ചോട്ടിലുണ്ട്. സ്നേഹിക്കുന്നവരങ്ങനെ. മറ്റവരൊക്കെ പിടിച്ചപ്പോഴേ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി, ഇടയനെ വെട്ടി ആട് ചെതറി, ചിലര് അകലം വിട്ട് നടക്കുന്നു, ചിലര് പമ്മിയിരിക്കുന്നു, ചിലര് പ്രാഗി, ശപിച്ചു, തള്ളിപ്പറഞ്ഞു. പക്ഷെ യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. സ്നേഹം. മഹാപുരോഹിതന്റെ അകത്ത് വിസ്തരിക്കാൻ കൊണ്ടപ്പോൾ യോഹന്നാൻ അകത്ത് കയറി. പീറ്റർ വന്നിട്ടുണ്ട്. പീറ്റർക്ക് ഒരു ചെറിയ കഞ്ചലിപ്പ് അകത്ത് കയറണോ, പുള്ളി വെള്ളി നിൽക്കുക. യോഹന്നാൻ വന്ന് പറഞ്ഞ് പുള്ളി കഴിഞ്ഞ് കയറ്റി വിടാൻ പറഞ്ഞു. അതിനെപ്പറ്റി വേറെ പഠിതാക്കൾ പറഞ്ഞത് യോഹന്നാന് മഹാപുരോഹിതന്മാരും ഇവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നെന്നാണ്. അതുകൊണ്ടാണ് കയറ്റി ഇഞ്ഞു വിട്ടത്. അല്ല ചുമ്മാന്നും അങ്ങോട്ട് നിന്ന് കയറാനൊന്നും ഒക്കത്തില്ല. പക്ഷേ ആ യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായിട്ടും ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് മാറിയില്ല. തന്നെയല്ല, ചേടത്തിയുടെ അനിയത്തിയുടെ മക്കളും കൂടെ ആണല്ലോ. ചില ആൾക്കാർ പറയും ചേടത്തി അനിയത്തി മക്കളെല്ലാം ചേമ്പല പുറത്തെ ചുമ്മാ പറയുന്നത്. ആത്മാർത്ഥതയുള്ളവരെല്ലാ കാലത്തും ഉണ്ട്.
ഉണ്ടെന്ന് അത് വളർന്നു അംഗീകരിക്കുക. നിങ്ങൾ പറയാം എൻ്റെ ഭാഷ അവിടെ കാര്യമൊന്നും മിണ്ടണ്ട. യോഹന്നാന്റെ അമ്മ ശലോമയും യേശുവിന്റെ അമ്മ മറിയയും സഹോദരിമാരല്ലേ? അതുകൊണ്ട് എങ്കിലും യേശുവിനെ സ്നേഹിച്ചു ക്രൂശിന്റെ ചുവട്ടിലുണ്ട്, പോകുന്നില്ല. യേശു സ്നേഹിച്ചു. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവൻ എന്നെ സ്നേഹിച്ചവനാ, ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. യേശു ഇവനെ ഒന്ന് നോക്കി, യോഹന്നാനെ നോക്കി, അമ്മയെ നോക്കി. എന്റെ ഭാഷയാ, ഒരു ശുശ്രൂഷ ചുമതലപ്പെടുത്തി അമ്മയെ നോക്കിക്കോളെ എന്ന് പറഞ്ഞ കർത്താവിന് മനസ്സിലായി ഇവൻ അമ്മയെ കാല് വാരുകയല്ല. കർത്താവിന് മനസ്സിലായി ഇവൻ അമ്മയെ ആശ്വാസഭവനെ കൊണ്ട് വിടുകയല്ല, കളയപ്പെടുത്ത് ജോസിന്റെ അവിടെയും കൊണ്ട് വിടുകയല്ല, ഗാന്ധി ഭവനിലും കൊണ്ട് വിടുകയല്ലെന്ന് കർത്താവിനും. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി മിക്കവാറും അമ്മയെ അയ്യോ ചാകാതെ വരുമ്പോ എന്തെല്ലാം ചെയ്താ ഓരോന്നിനെ കൊല്ലുന്നത്. സ്തോത്രം. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്ത അംഗീകരിക്കാത്തവരുണ്ടല്ലോ, അന്വേഷിക്കാത്തവരുണ്ടല്ലോ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുകയല്ല, ചത്ത് കഴിയുമ്പോൾ ഉമ്മ വെക്കാൻ വരിക. ഇനി പാസ്റ്റർമാർ ഇനി അന്തിചുംബൻ വീഡിയോ നോക്കിക്കൊണ്ട് അന്നേരം ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഒപ്പിയാച്ച. കാരണം വിയർപ്പ് അതിനകത്ത് പറ്റിയ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുത്തോ? ഇപ്പം പിണങ്ങി എനിക്കൊന്നുമില്ല. അയ്യോ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ബന്ധപ്പെട്ട ചില ശുശ്രൂഷകൾക്കൊക്കെ ചെല്ലുന്നത് ഒരു നോക്ക് കാണാനൊരു വാക്ക് പറയാൻ, പറഞ്ഞില്ലേലും ഒന്ന് കാണാൻ. ചിലടത്ത് ചെല്ലുമ്പോൾ അങ്ങ് മെനക്കേടാ. ഇപ്പോൾ വാത്സല്യ അപ്പച്ചൻ്റെ കൊച്ചുമക്കളും എല്ലാം മുൻപോട്ട് വന്ന് ഞാനതിന് എതിരൊന്നുമല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ചിലടത്ത്. അയ്യോ എനിക്ക് ഐസ്ക്രീം ഫലൂഡ മേടിച്ചു മിണ്ടുന്നില്ല. മിണ്ടണ്ട. ഈ അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ കൊച്ചുങ്ങളെല്ലാം കൂടെ ചെന്ന് വട്ടം വരുന്ന ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ അപ്പച്ചൻ 2 കൊല്ലവും കൂടെ. ചില രാജ്യങ്ങളിലൊക്കെ മരണം നടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനെനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാം. എന്ത് വ്യൂവിങ്ങോ അങ്ങനെ തെറ്റിയോ അച്ഛാ? കറക്റ്റാ. എന്ത് ഞാൻ എന്ത് പ്രയാസപ്പെട്ട് ഒപ്പിച്ചാന്നറിയാം. ഈ ആ സമയത്തൊക്കെ ഈ ആധാരം എഴുതുന്നത് പോലെ കൊണ്ടുവന്നേക്കുക, നിന്നങ്ങ് വായിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ചില കേസുകൾ അറിയാം. സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും കൂടാനും വരാത്തവൻ, അപ്പന്റെ ശുശ്രൂഷയ്ക്ക് വളരെ വിഘടിച്ചു നിന്നവൻ മരിച്ചു കഴിയുമ്പം എന്തിനിപ്പോ ഇന്ന് മോങ്ങുന്നു? നീ അപ്പന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങൽ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ 2 കൊല്ലം കൂടി ഇരിക്കുകയല്ലേ, സമാധാനത്തോടെ പോവുകയല്ലേ? അദ്ദേഹം തീ നിന്ന് നീറിയാ പോയത്. പിന്നെ ഞാൻ ആശ്വസിക്കുന്നത് ഇപ്പോഴേലും അവനൊരു മാനസാന്തരം വന്നല്ലോ. യേശു അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഹെരോദാവും പീലാത്തോസും കൂടെ അവർ തമ്മിലുടനെ അടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആട്ടെ, എന്തിനാ ഇങ്ങനെ പ്രകസനം? യേശു യോഹന്നാനെ നോക്കിയിട്ട് പറയാ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. ആ ശിഷ്യൻ അന്ന് മുതൽ അവളെ കൈക്കൊണ്ട് കാലുവാരിയില്ല. കാലുവാരരുതേ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ദൈവമാണെന്ന് കൊണ്ട് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാ, 2-ാം അധ്യായം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 3-ാം അധ്യായം നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായത്തിൽ ആത്മാവായ ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ ദിവ്യ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പുറവിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം, 10-ാം അധ്യായം നല്ല ഇടയനായ ദൈവം, 11, 12 അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആ ദൈവമാണ് നസറയനാകുന്ന യേശുക്രിസ്തു. അങ്ങനെയുള്ള ആ കാലയളവിൽ യേശു ഈ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ വിഷയത്തിൽ ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്താന്നോ ഇവങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ടായി? യേശു പറഞ്ഞ അല്ലല്ല, ഇവങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തും.
നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ഇവങ്ക ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. സമയം എന്തുവായി? നിർത്താറായോ? എത്തുവായി സമയം? 9:05. എപ്പോഴാണ് നിർത്തേണ്ടത്? 9 9:30 10 10:00 9 ആണാ നിർത്തിയാക്കാം. എല്ലാരും പോവും. ഒരു പോയിന്റ് പറഞ്ഞ് നടത്താം. എന്നാ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുമെന്ന് ഞാൻ തുടക്കത്തിലാ പറഞ്ഞല്ലോ. ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചാട്ടെ കർത്തൃദാസനെ. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാൻ മുതിരുന്നില്ല. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി പ്രകാശമാക്കി. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറയുന്നത്, അവൻ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ഈ രാത്രിയുടെ പ്രത്യേകത ഇങ്ങനൊരു പദം, ചെങ്കടൽ തീരത്തെ കാളരാത്രി. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രിയാ. കാരണം പുറകെ ഒരുത്തം വരുവാ. ആരാ? പറവോൻ. ഇവര് കുഞ്ഞാടിനെ ഇറുത്ത് ചോരത്തിലെ ആചരിച്ചു. അത് രക്ഷാനിർണയം പ്രാപിച്ചു. ആ കുഞ്ഞാട് നസറയനാകുന്ന യേശു ക്രിസ്തു. പൗലോസ് സ്പഷ്ടമായി പറഞ്ഞു, അവൻ സ്വന്തം പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. യോഹന്നാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, കടന്നു പോകുന്ന കുഞ്ഞാട്, അടുത്തു വരുന്ന കുഞ്ഞാട്, അയക്കപ്പെട്ട കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്, യോഗ്യനായ കുഞ്ഞാട്, വെളിച്ചമായ കുഞ്ഞാട്, വേളി കടിക്കുന്ന കുഞ്ഞാട്, വിളക്കാകുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞാട് യേശു ക്രിസ്തുവാ. ഇവര് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിലെ ആചരിച്ചു. ചോരത്തിലെ ആചരിച്ച് അർദ്ധരാത്രിയിൽ വെളിയിൽ ഇറങ്ങിയില്ല. അർദ്ധരാത്രി സംഹാരകൻ വന്നു. ഇവര് പിറ്റേന്ന് പുറപ്പെടുക. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ബലഹീനരൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പനും വല്യപ്പനും വല്യപ്പന്റെ വല്യപ്പനും ഒക്കെ ബലഹീനരാ. കാരണം ദീർഘവർഷങ്ങളായി ഇഷ്ടികയെല്ലാം ഉണ്ടാക്കി ചവിട്ടി കുഴയ്ക്കാനാന്ന് മിടുക്കരുമായി വരും. ഒരു വിഷയം കൊടുത്താൽ മതി, കുഴച്ച് കയ്യത്ത് നന്നായിട്ട് കുഴയ്ക്കും. വൈക്കോല് കൊടുക്കാനായി ഇഷ്ടികയുടെ എണ്ണവും കൂട്ടി ജീവനെ കൈപ്പാക്കി. നല്ല ഭക്ഷണം ഒന്നും കിട്ടിയില്ലെന്നാ. കിട്ടിയതല്ല, ഇവര് പിന്നെ പറഞ്ഞു ഉള്ളി, പിന്നെന്തുവാ, വെളുത്തുള്ളിയും സവോളയും കൊച്ചുള്ളി, അതാ പ്രധാനം. പിന്നെ മത്തങ്ങായും വെള്ളരിക്കായും കാശ് കൊടുക്കാത്ത കുറച്ച് മീനും. ഒന്ന് വായിച്ചേര് 11:4 സംഖ്യാപുസ്തകം 11:4 കണ്ടാ, കണ്ണിക താഴെ ഇടത്ത് വശത്ത് താഴെ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള കാശ് മുടക്കുകയല്ല, കാശ് കൊടുക്കാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി, വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സവോളയും. ഇവനെല്ലാം ഉള്ളിൽ നിന്ന് ഊപ്പാട് വന്ന് പരുവക്കേടായി, ഡിസ്കും തേഞ്ഞ്, ഇടുപ്പും തെറ്റി, അസ്ഥിക്കും തേയ്മാനമായി. ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ ആണല്ലോ. ആശുപത്രിയോട് എല്ലാം മണ്ണിലോണ പറഞ്ഞത് പരിശോധിച്ചോണ്ട് പോവാ. നമ്മൾ ഒരു ചെറിയ പ്രയാസത്തോടെ ഒരു മൂക്കടപ്പ്, ഒരു അങ്ങാടി മരുന്ന് എല്ലാം പരിശോധിച്ചോണ്ട് പോവാ. ബ്ലഡ് വേണം, യൂറിൻ വേണം, പിന്നെ എല്ലാം. ചിലക്കിത് വലിയ ക്രെഡിറ്റാ. എല്ലാം പരിശോധിക്കാൻ പറഞ്ഞു. വീട്ടിലിരുന്ന വല്ല ഇത് നടക്കുമോ? ഈ ചിലര് വലിയ ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. ഞങ്ങൾ ഇന്നടുത്താ പോയത്. ആണോ? പിന്നെ എന്നിട്ടോ ഡോക്ടർ ചാൻറ്റി പറഞ്ഞു, ഈ രോഗം 1,00,000 പേരിൽ ഒരാൾക്ക്. ആണോ? റിയലി? ഒരു ഇംഗ്ലീഷോട് ഇരിക്കട്ടെ. വലിയ ക്രെഡിറ്റ് ഇല്ല. എടാ, നീ മുഴങ്കാലിരുന്ന് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെട്ട്, രോഗശാന്തി എന്നുള്ളത് വേറെ പുസ്തകത്തിലെ ഉപദേശമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമാ. പ്രൈസ് ദി ലോർഡ്.
അവിടുത്തെ വചനം അയച്ചാൽ നിന്നെ സൗഖ്യമാക്കുന്നേ. 107 സങ്കീർത്തനം വായിക്കുന്ന വചനം അയച്ച് സൗഖ്യമാക്കി കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഇത് ഉപദേശമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല, ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇടുപ്പ് തെറ്റിയവനും ഡിസ്ക് തേഞ്ഞവനും തേയ്മാനം ഉള്ളവനും പെരുമുട്ട് കെട്ടിയവനും വാദമുള്ളവനും പരുവക്കാടുകാർ ഒത്തിരി ഉണ്ടെന്ന്. എന്റെ ഭാഷ പറയാ 105 അല്ല 108 കുഴച്ച് പരുവക്കേടാ. ഏതാ ഇഷ്ടിക. എന്റെ ഭാഷ പറഞ്ഞ ഈ കവഞ്ചിക്കട്ടിലേൽ ഇങ്ങനെ കിടക്കുക. പണ്ട് കയറുകെട്ടിലുണ്ട്, അത് കിടന്നങ്ങ് താന്ന്. അപ്പൊ 108 കട്ടിലേ കിടക്കുക. 10-ാം തീയതി ഒരു ആട്ടുംകുട്ടിയെ വേർതിരിച്ചു. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് ഇതിന്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിലക്കാർ രണ്ടിൽ കുറുമ്പടിമേലും പുരട്ടി. പ്രമേണം വച്ചിരിക്കുന്നത് ഈ കുഞ്ഞാടിനെ തീയിൽ ചുട്ട് തിന്നണം. കയ്പീരെ കൂട്ടിപ്പിടിച്ച് പുളിപ്പില്ലാത്ത അപ്പവും കൂടെ ചേർത്ത് ഇതിനെ തീയിൽ ചുട്ട് തിന്നണം. അരമുറുക്കണം, വടി പിടിക്കണം, കാലിൽ ചെരുപ്പിടണം, തിടുക്കം ഉണ്ടായിരിക്കണം. ഇതിന് ശേഷിപ്പൊന്നും വെച്ചേക്കരുത്. ഇതാ പ്രമാണം. എന്തിനേറെ അപ്പം സന്ധ്യയായപ്പോ ഇതിനെ അറുത്തു ഇറച്ചി ചൂടാനുള്ള വെക്കരുത്. അപ്പൊ ഈ 108 കട്ടിലേക്ക് കിടക്കുക. ഇപ്പൊ കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാൻ ഓടുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട്. 108 സാങ്കുട്ടി എന്നാടാ അപ്പൊ ആടിനെ ചൂടുക. ചുരുക്കി പറഞ്ഞാൽ ഈ കൊച്ചനോട് ചെന്ന് അമ്മയോട് ഒരു ഭാവന അങ്ങ് പറയുക. അമ്മയോട് ചോദിച്ചു, മമ്മി എന്നെ ഇന്ന് നമ്മളിത് ചുട്ടടിച്ചേച്ച് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. എവിടെ? പാലും തേനും ഒഴുകുന്ന സ്ഥലത്തോട്ട്. അപ്പം ഈ ചെറുക്കൻ ചെന്ന് ചോദിച്ചു അമ്മയോട്, 108 കൊണ്ടുപോകുമെന്ന്. നമ്മുടെ 108. അപ്പൊ തള്ള പറഞ്ഞു, നിനക്ക് എന്നാത്തിൻ്റെ 108 അവിടെങ്ങാനും കടന്നുള്ളൂ, നീ അയാളെ പൊക്കിക്കൊണ്ട് പോകാം, നിനക്ക് എന്നാത്തിൻ്റെ. എന്നാലും അവൻ പറഞ്ഞു, എന്നാലും മമ്മി നമ്മുടെ ഗ്രാൻഡ് പപ്പ എന്നാണോ? അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഫാ. ചുരുക്കി പറഞ്ഞാൽ സന്ധ്യയായപ്പം പരിപാടിയെല്ലാം ദ്രുതഗതി നടത്തിയെടുക്കവല്ലേ. അയാഴ്ച പിടിച്ച് തീയിൽ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പീനോട് പിടിച്ച് കടിച്ച് എല്ലാം കൂടെ പച്ചിച്ചപ്പം ഒരിച്ചിരി ബാക്കി വന്നു. ഭാവനയാ, ഒരല്പം ബാക്കി വന്നു. കളയരുത്. അപ്പൊ ചോദിച്ചു, മമ്മി ഇച്ചിരി ഡാനിക്ക് കൊടുക്കടാ. നോ. ബ്ലസ്സിന് വേണോടാ? ബ്ലസ്സിക്ക് വേണോടാ? ബ്ലസ്സിക്ക് വേണോടി? അച്ചായനും ഇവിടെ ഇത് കളയാനും ഒക്കെ അതില്ല. ഉടനെ തള്ള പറഞ്ഞത് 108 കൊടുക്കാൻ. ഏതായാലും നമ്മൾ പോകുക, എന്നാ പിന്നെ 108 ഇത് കൊടുത്തേച്ച്. യവനെ കൊച്ചൻ ഡാനിമോൻ ഈ പുളിപ്പില്ലാത്ത ഇച്ചിരി അപ്പവും ബാക്കി വന്ന കയ്പ് ചീരയും തീയിൽ ചുട്ട ഇറച്ചിയും കൂടെ കൊണ്ടുവന്ന് 108 ഇങ്ങനെ കിടക്കുകയല്ലയോ പരുവക്കേടിലെ. അവൻ ചെന്ന് വിളിച്ചു, അപ്പച്ചാ 108. ഞങ്ങൾ പോവുക. എവിടെ? പാലും തേനും ഒഴുകുന്നിടത്തോട്ട്. എപ്പോഴാടാ? അധികം താമസിക്കാതെ പോവും. അപ്പച്ചൻ വരുന്നോ? വയ്യാടാ. പിന്നെ എന്നാ നീ വന്നേ? മമ്മി പറഞ്ഞു ഇത് അപ്പച്ചന് കൊടുക്കാൻ. എന്താ? ഇറച്ചി വേണ്ട. അയനാ? പല്ലില്ല, മോണയ്ക്ക് വേദന. കൊച്ചുങ്ങൾ നല്ല മിടുക്കാനാ. കൊച്ചൻ പറഞ്ഞ, അപ്പച്ചാ പല്ലില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാൻ, കളയരുതെന്നാ മമ്മി പറഞ്ഞ്. വാ പൊളിക്ക്. ഉടനെ അപ്പച്ചൻ, ഒക്കെ പല്ലില്ലടാ, അത് കുഴപ്പമില്ല, വാ പൊളിക്കുമ്പം വായിക്കകത്തോട്ട് വെച്ച് തരുമ്പോൾ നാക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിയേച്ച് വിഴുങ്ങണം. അപ്പം ഈ 108 വാ പൊളിച്ചു. അപ്പൊ ചെറുക്കൻ പറഞ്ഞു വിസ്താരത്തിൽ തുറക്കാൻ. 108 വിസ്താരത്തിൽ തുറന്നപ്പം ഈ തീ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും ഇതെല്ലാം വെച്ചു കൊടുത്തു. 108 എൻ്റെ ഭാവനയാ, നാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 അണയിലോട്ടും തള്ളി വിട്. ഇതങ്ങോട്ട് ചെല്ലുകയും 108 ചാരിയും എഴുന്നേറ്റു. ഇതേ തീയിൽ ചുട്ട മാംസമാണ്. 108 ഞരമ്പെല്ലാം ശരിയാകുമെന്ന്. ഇത് കഴിക്കേണ്ടതുപോലെ കഴിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയാകുമെന്നായി പറഞ്ഞത്. നിന്റെ രോഗാൽ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുമെന്ന്. നിന്നെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ശിരക്കകത്ത്, ഞരമ്പിനകത്ത്, ബ്ലഡിനകത്ത് ഇരിക്കുന്ന രോഗാണുക്കളും രോഗബീജത്തെ ഉരുക്കി മാറ്റുവാൻ
വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്റെ രക്തത്തിനകത്ത്, ഞരമ്പിനകത്ത്, അസ്ഥിക്കകത്ത് നിൽക്കുന്ന രോഗാണുക്കൾ ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. അവരുടെ ഇടയിൽ ഒറ്റ ബലഹീനനില്ല. ഇന്ന് രാത്രി നിന്റെ ബലഹീനതകൾ, എല്ലാ കെടുതികളെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. രോഗാത്മാവിന്റെ ശക്തികൾ, രോഗബീജങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപടരാൻ നിനക്ക് സൗഖ്യമാ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരും മൗനമായിരിക്കരുത്. ആരും ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പിശാചിന്റെ കെട്ടുകൾ, രോഗാത്മാവിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെന്ന്. നീ രോഗിയായിട്ടാവണം. ഇന്ന് രാത്രി സൗഖ്യത്തോടെ പോണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പടരാൻ നിനക്ക് സൗഖ്യമാ. ഡോക്ടർമാര് പറഞ്ഞു കാണും, അറിയുന്ന കാണത്തില്ല, ഇത് സീരിയസ് കേസ് ആണ്. എന്നാൽ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓ കൃപ. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനില്ലെന്ന്. നിന്റെ ബലഹീനത മാറ്റുന്നത് ഈ തീയിൽ ചുട്ട മാംസം. നിന്റെ ക്ഷീണങ്ങളെ നീക്കുന്നത് ഈ തീയിൽ ചുട്ട മാംസം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഇനി പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് ഒരു 1.5 മണിക്കൂറൂടെ വേണം. എങ്കിലേ എടുത്ത ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, തുടങ്ങിയപ്പോഴേ പോയിന്റ് അങ്ങ് വീട് വെച്ചാണ് മേക്കൂട്ടാന്ന് കയറ്റുന്നേ. അത് വാനം തോണ്ടി എനിക്ക് രീതികളുണ്ട്. എന്നാലും ഇത്രയും സമയം എന്നെ സാധിച്ചിരുന്നല്ലോ. നന്ദി. ദൈവം അനുവദിക്കുകയാണെങ്കിലേ, കർത്താവ് വരാൻ താമസിച്ചാലേ, ഇനി ഇവിടെ യോഗം വല്ലതും നടക്കുകയാണെങ്കിലേ, എന്നെ വിളിക്കുകയാണെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം. അതല്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ അവിടെ 10-ാം തീയതിയാണ് തന്നേക്കുന്നത്. അടുത്ത പ്രാവശ്യം 10 അല്ലേ പൊക്കുന്നെങ്കിൽ അടുത്ത ജനുവരി ആകട്ടെ. അപ്പം ദൈവം അനുവദിച്ചാൽ കൂടാ. ഇനിയും അഥവാ അതിന് മുമ്പ് നമ്മളെല്ലാം അങ്ങ് കർത്താവ് വന്ന് പോവുകയാണെങ്കിൽ അവിടെ കാണും. ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ. എല്ലാവരും ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തെയും ശുശ്രൂഷയും. തിരുവല്ലയിലൊരു ചെറിയ കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞേച്ച് ഒരു സഭായത്തിന് വാ. പറഞ്ഞേച്ചേ വരാവൂ. അല്ലേ പാസ്റ്റർമാരെന്നെ കണ്ടു താൻ്റെ പണി ഇതാ അല്ലയോ. എല്ലാവരും ക്ഷണിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച അച്ചായനും കുടുംബത്തിനും ഈ സഭയ്ക്കും ശുശ്രൂഷകനും സെൻട്രൽ പാസ്റ്റർ വിൽസച്ചായനും എല്ലാ കർത്തദാസന്മാർക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ഇതുവരെ നിങ്ങൾ എന്നെ കേട്ടിരുന്നില്ല. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആക്ക ഉള്ളവർ ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ 2-3 ഉയർത്തി വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തു